മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. حدثنا رسول الله صلى الله عليه وسلم حديثين قد رأيت أحدهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തന്നു. അതിലൊന്ന് ഞാൻ കണ്ടു, ഇനി ഒന്ന് കാണാനിരിക്കുകയാണ്. قد رأيت أحدهما وأنا أنتظر الآخر. ഒന്ന് ഞാൻ കണ്ടു, രണ്ടാമത്തേതിനെ ഞാൻ കാത്തിരിക്കുകയാണ്. حدثنا رسول الله صلى الله عليه وسلم പഠിപ്പിച്ചു തന്നു അന്നൽ അമാനത നസലത് ഫീ ജദ്രി ഖുലൂബിൽ റിജാൽ ثم نزل القرآن فعلموا من القرآن وعلموا من السنة. അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അമാനത്തിനെ ഇട്ടുകൊടുത്തു, വിശ്വസ്തതയെ അല്ലാഹു ഇട്ടുകൊടുത്തു, സത്യസന്ധതയെ അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു. ثم نزل القرآن, പിന്നെയാണ് ഖുർആൻ ഇറങ്ങിയത്. ആദ്യം സത്യസന്ധത ഇട്ടുകൊടുത്തു, പിന്നെയാണ് ഖുർആൻ ഇറങ്ങുന്നത്. فعلموا من القرآن, അവർ ഖുർആനിൽ നിന്ന് ഒരുപാട് പഠിച്ചു. وعلموا من السنة, പരിശുദ്ധമായ ഹദീസുകളിൽ നിന്നും അവർ ഒരുപാട് പഠിച്ചു. അഥവാ ആദ്യമായി അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സത്യസന്ധത ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിനു മുമ്പേ മനുഷ്യരെ അല്ലാഹു യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റി, സത്യസന്ധരാക്കി മാറ്റി. അവർ വഞ്ചകരല്ലാത്ത, ചതിയന്മാരല്ലാത്ത, സത്യസന്ധരായ യഥാർത്ഥ വിശ്വാസികളാക്കി അല്ലാഹു മനുഷ്യരെ മാറ്റി. പിന്നെയാണ് അല്ലാഹു തആല അവരിലേക്ക് ഖുർആൻ ഇറക്കുന്നത്. ആ ഖുർആൻ കണ്ടുകൊണ്ടും പരിശുദ്ധ ഹദീസിൽ നിന്നും ഒരുപാട് പഠിക്കുകയും അവരുടെ ആ സ്വഭാവത്തെ അവർ പരിപോഷിപ്പിക്കുകയും ചെയ്തു. സുമ്മ ഹദ്ദസനാ അൻ റഫ്ഇൽ അമാനഹ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഹദീസും എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അമാനത്തിനെ അല്ലാഹു ഉയർത്തുന്ന ഒരു ഹദീസും പറഞ്ഞു തന്നു. എന്താണത്? യനാമുർ റജുലുൻ നൗമ, രാത്രി ഒരാൾ കിടന്നുറങ്ങും. ഫതുഖ്ബലുൽ അമാനതു മിൻ ഖൽബിഹി, ഉറങ്ങി എണീക്കുമ്പോഴേക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല സത്യസന്ധതയെ എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കും, വിശ്വാസവഞ്ചന നടത്താതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിക്കും, എന്തെങ്കിലും രഹസ്യമേൽപ്പിക്കും. അങ്ങനെ ആ രഹസ്യം ഏറ്റെടുത്ത് രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കുമ്പോഴേക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ആ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിനോട് അല്ലെങ്കിൽ ആ സൂക്ഷിപ്പ് മുതലിനോട് തീരെ കൂറില്ലാതെ അയാൾ ഏറ്റെടുത്ത ആ പ്രവർത്തനം ഭംഗിയായി സൂക്ഷിക്കാതെ ചതിയന്മാരായി, വഞ്ചകന്മാരായി, കാപട്യക്കാരായി, മുനാഫിഖീങ്ങളായി ഒരൊറ്റ ഒരു ഉറക്ക് കാരണത്താൽ മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു ഉറക്ക് മതി മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല വിശ്വസ്തതയെ എടുത്തു മാറ്റി വഞ്ചകരായി മാറാൻ. ഒരു രഹസ്യം പറഞ്ഞു, ആരോടും പറയരുത്, ആയിക്കോട്ടെ. പിറ്റേ ദിവസം രാവിലെയാകുമ്പോഴേക്കും അതിന്റെ ഗൗരവം അയാൾ മറന്നുപോയി. ആരോടും പറയരുതെന്ന് പറഞ്ഞത് താനുമായി ബന്ധമുള്ള ആളുകളോട് പറഞ്ഞു. ചില ആളുകളുടെ രഹസ്യങ്ങൾ, ആരാരും അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്, അതയാൾ കാണുകയുണ്ടായി. രാത്രി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ആ രഹസ്യം പരസ്യമാക്കാൻ യാതൊരു മടിയുമില്ലാത്ത വിശ്വാസവഞ്ചകരായി എന്റെ സമുദായം മാറുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയളല്ലു അസറുഹാ മിസ്ലൽ വഖ്തി, ചെറിയ ഒരു അടയാളം അവിടെ ബാക്കിയുണ്ടാകും. സുമ്മ യനാമുൻ നൗമ, പിന്നെ രണ്ടാമതയാൾ കിടന്നുറങ്ങും. ഫതുഖ്ബലുൽ അമാനതു മിൻ ഖൽബിഹി, വീണ്ടും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല അമാനത്തിനെ ഉയർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഫയളല്ലു അസറുഹാ മിസ്ലൽ മജൽ, അതും നമ്മൾ തീ കൊണ്ട അല്ലെങ്കിൽ പിക്കാക്സോ കൈക്കോട്ടോ പിടിച്ച് നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന പാടുകൾ
ആ പാടിലുണ്ടാകുന്ന ഉയർന്നു നിൽക്കുന്ന പാടിലുണ്ടാകുന്ന വെള്ളം അത് പോയി കഴിഞ്ഞാൽ ചെറിയ ഒരു അടയാളം ബാക്കിയാകുന്നത് പോലെ രണ്ടാമത്തെ ഒരു ഉറക്ക് കഴിയുമ്പോഴേക്കും അവന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വസ്തത പരിപൂർണമായി നഷ്ടപ്പെടുന്ന ഒരു കാലം കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങൾ പരസ്പരം ബൈഅത്ത് ചെയ്യും, പരസ്പരം പല കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യും, പരസ്പരം പല കാര്യങ്ങൾ രഹസ്യങ്ങൾ അവർ പരസ്പരം ഏൽപ്പിക്കും. ജനങ്ങൾ പരസ്പരം ബൈഅത്ത് ചെയ്യും, അതേപോലെ തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ എന്തായാലും ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന, ഒരാൾ പോലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവിനോടോ രഹസ്യങ്ങളോടോ കൂറു കാണിക്കാതെ വിശ്വസ്തരായ ആളുകളെ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന, ആരും ഉണ്ടാവൂല, വിശ്വസ്തരാരും ഉണ്ടാവൂല. എല്ലാവരും ചതിയന്മാരായിരിക്കും, എല്ലാവരും വഞ്ചകന്മാരായിരിക്കും. വിശ്വസ്തരായ ആളുകളെ കാണാനേ നിങ്ങൾക്ക് കഴിയില്ല. യഥാർത്ഥമായ ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്തവർ, കച്ചവടങ്ങളിലെ രഹസ്യങ്ങളുള്ളവർ, മറ്റുള്ള മഹല്ലിന്റെ രഹസ്യങ്ങൾ, പാർട്ടിയുടെ രഹസ്യങ്ങൾ, വ്യക്തികളുടെ രഹസ്യങ്ങൾ, സൂക്ഷിപ്പ് മുതൽ അങ്ങനെ പല പല വിഷയങ്ങളും തന്റെ ജീവിതത്തിൽ പലരിൽ നിന്നും കേട്ട രഹസ്യങ്ങൾ അതേപോലെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാതെ രഹസ്യമാക്കി മാറ്റിവെക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹത്താ യുഖാൽ, പിന്നെ ജനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും. എന്താ ചർച്ച ചെയ്യുന്നത്? ഇന്ന ഫീ ബനി ഫുലാൻ, എന്നാൽ ഇന്ന് നാട്ടിൽ പോയാൽ റജുലൻ അമീന, അവിടെ വിശ്വസ്തനായ ഒരാൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. നാട്ടിൽ വിശ്വസ്തരെ കാണൂല, ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കാണൂല. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി മാറും. അതേപോലെ ഭർത്താവിനെ ഭാര്യയെ വിശ്വസിക്കാൻ കഴിയാത്ത കാലം. മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വസിക്കാൻ കഴിയില്ല. സ്വത്തിന്റെ പേരിൽ, അനന്തരാവകാശത്തിന്റെ പേരിൽ പിതാവിന്റെ സ്വത്തിൽ കണ്ണുനട്ട് പിതാവിന് കൊട്ടേഷൻ നൽകുന്ന കാലം. അതേപോലെ നിരന്തരമായി തിരിച്ചും മറിച്ചും ആളുകൾക്ക് പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത കാലമായി നമ്മുടെ നാട് മാറുമെന്നാ പറഞ്ഞത്. അയൽവാസികളെ വിശ്വസിക്കാൻ കഴിയില്ല, കുടുംബക്കാരെ വിശ്വസിക്കാൻ കഴിയില്ല, ശിഷ്യന്മാർക്ക് അധ്യാപകരെ, അധ്യാപകന്മാർക്ക് ശിഷ്യന്മാരെ. നിരന്തരമായി കൊലപാതകങ്ങളുടെ കഥകൾ. ആരാണ് കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? സ്വന്തം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകന്മാര് വരെ ഒരു കാരുണ്യമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ കൊലപാതകം നടത്തുന്ന കാലമാണിത്. സ്വന്തം മക്കളെ മാതാപിതാക്കൾ, സ്വന്തം മക്കളെ പിതാവ് പീഡിപ്പിക്കുന്ന കാലമാണിത്. സ്വന്തം ഭർത്താവിനെ ഭാര്യ കഴുത്തെറുത്തു കൊല്ലുന്ന കാലമാണിത്. അതാണ് പറഞ്ഞത്, വിശ്വസ്തരായ ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയും, ഇന്നാലിന്ന വ്യക്തി വിശ്വസ്തനാണ്. ആളുകൾ പറയാൻ, ഇന്നാലിന്ന വ്യക്തി വിശ്വസ്തനാണ്, അയാളെ പോയിട്ട് കണ്ടിട്ട് നമ്മൾക്ക് പറയാം, കാര്യങ്ങൾ ഏൽപ്പിക്കാം. വിശ്വാസവഞ്ചന എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം വളരെ കർശനമായി, ചതി എന്നുള്ളത് ഇസ്ലാം പൊറുക്കുന്ന പാപമല്ല എന്ന് മനസ്സിലാക്കണം. നിസ്കരിക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും, നിസ്കരിക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും. അതേപോലെ തന്നെ മറ്റുള്ള തെറ്റുകൾ, നോമ്പെടുക്കാത്തവൻ അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ ചതിയന്മാർക്ക് അല്ലാഹു ഒരിക്കലും മാപ്പ് നൽകൂല എന്നാണ്. ഏതെങ്കിലും ഒരു വ്യഭിചാരശാലയിൽ പോയി പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ, വ്യഭിചാരികളെ ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾക്ക് വരെ അല്ലാഹു മാപ്പ് നൽകും. എന്നാൽ സ്വന്തം വീട്ടിലെ അയൽവാസിയെ വ്യഭിചരിക്കുന്നത് 30 പേരെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്? വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വ്യഭിചരിക്കുന്നതിനേക്കാളും മഹാപാപമാണ് സ്വന്തം അയൽവാസിയെ വ്യഭിചരിക്കുന്നത്. കാരണം അയൽവാസികൾക്കിടയിൽ വിശ്വസ്തത വേണം. ഭർത്താവ് വീട്ടിലില്ലാതിരിക്കുമ്പോ വീട്ടുകാരെ നോക്കാൻ ഏൽപ്പിക്കുന്നത് അയൽവാസികളെയാണ്, അപ്പുറത്തുള്ള വീട്ടുകാരെയാണ്. അവർ തന്നെ പരസ്പരം വഞ്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് മാന്യമായി ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയെ വ്യഭിചരിക്കുന്നതിനേക്കാളും 30 ഇരട്ടി മഹാപാപമാണ് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളുടെ ഭാര്യമാരെ വ്യഭിചരിക്കുന്നത്, വീട്ടുകാരെ ചതിക്കുന്നത്, കുടുംബക്കാരെ ചതിക്കുന്നത്, നാട്ടുകാരെ ചതിക്കുന്നത്, ചങ്ങാതിമാരെ ചതിക്കുന്നത്.
ഉണ്ടാകുന്നത് മഹാപാപമാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു അത്തരം പാപങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകൂല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര വലിയ അമലുകൾ ചെയ്താലും, പള്ളിയുടെ മെഹ്റാബിൽ കയറി ഖിയാമത്ത് നാൾ വരെ നിസ്കരിച്ചാലും, പള്ളിയുടെ മെഹ്റാബിൽ കയറി രാത്രി ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിച്ചാലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ ചതിയുടെ ഒരംശമുണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും അവർക്ക് സ്വർഗ്ഗം നൽകാൻ പോകുന്നില്ല. അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ പോകുന്നില്ല. ചതി എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ അഴുക്കിനെ, ആ മലിനമായ അഴുക്കിനെ എടുത്തു കളയാതെ ശുദ്ധീകരിക്കാതെ ഒരാൾക്കും നാളെ അല്ലാഹു തആല സ്വർഗ്ഗം നൽകുമെന്ന് ആരും വിചാരിക്കണ്ട. ചതിയന്മാരായി മാറരുത്. ചതിക്ക് പാപം, ആ ചതി എന്ന പാപത്തിന് അല്ലാഹു മാപ്പ് നൽകൂല. മറ്റുള്ള ഏത് പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയാലും ചതി എന്നുള്ളത് മാപ്പർഹിക്കാത്ത പാപമാണ്. അതുകൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ മനുഷ്യന്മാരായ ആളുകളെല്ലാം ചതിയന്മാരായി മാറുമെന്ന് പറഞ്ഞത്. സ്വന്തം സമൂഹത്തെ ചതിക്കുന്നവർ, സ്വന്തം സമൂഹത്തെ ഒറ്റുകൊടുക്കുന്നവർ, അധികാരികളുടെ എച്ചിലുകൾക്ക് വേണ്ടി, അധികാരികളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ മുസൽമാനെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത മുസ്ലിം നാമധാരികളുള്ള നാടാണ് നമ്മുടെ നാട്. അത് ഏത് ഗവർണറായാലും ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും സ്വന്തം സമുദായത്തെ ഒരു ഉടുപ്പുമില്ലാതെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവരായി നമ്മുടെ സമുദായക്കാര് മാറുന്നത് എന്തിനു വേണ്ടി? അധികാരികളുടെ ചില്ലിക്കാശിന് വേണ്ടി. ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമുമാർ വരെ കാവ്യമല്ലാനമാരെന്ന് അവരെ വിളിക്കേണ്ടത്. അധികാരികളുടെ സമ്പത്തിന് വേണ്ടി അവർക്കനുസൃതമായി ഫത്വ പറയാനും നിയമങ്ങൾ പുറപ്പെടുവിക്കാനും മടിയില്ലാതെ സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ദർഗയിലുള്ള അമീറുമാരെ പോലെയുള്ള ആളുകളുള്ള കാലമാണിത്. അതുകൊണ്ട് ഒറ്റുകാര് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ക്രൈസ്തവ വിഭാഗം പോലും RSSകാർക്ക് കുഴലൂത്ത് നടത്തുന്ന കാലമാണിത്. RSSന്റെ പണിയെടുക്കുന്ന കാലമാണിത്. ക്രൈസ്തവരായ ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടതിന് പകരം എന്താ ചെയ്യുന്നത്? നമ്മൾക്കെതിരെ തിരിയുക. ഇല്ലാത്ത അബദ്ധ ജടിലമായ ചിന്തകളെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം ചതിയും വഞ്ചനയുമായി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോ നാടുകളിൽ നിന്ന് വിശ്വസ്തത നഷ്ടപ്പെടും. എന്നിട്ട് ആളുകൾ പറയും, ഇന്നാലിന്ന നാട്ടിൽ പോയാൽ നല്ലൊരു വിശ്വസ്തനെ നമ്മൾക്ക് കാണാം. അങ്ങനെ ആളുകളൊക്കെ അവരെ തേടിപ്പോകും. നാട് കിലോമീറ്ററുകൾ താണ്ടി ഒരു വിശ്വസ്തനെ കാണാൻ വേണ്ടി ആളുകൾ പോകും. എന്നിട്ട് അവരെ കണ്ടാൽ ആളുകൾ പറയും, മാ അജ്ലദ മാ അൽറഫ മാ അഅഖല. ഓ, എന്തോ ഒരു നല്ല മനുഷ്യനാണ്, എന്തോ ഒരു നല്ല ബുദ്ധിമാനാണ്, എന്തോ ഒരു നല്ല മാന്യനാണ്. അയാളെ കാണുമ്പോൾ ആളുകൾ അങ്ങനെ പറയാ. നമ്മുടെ നെല്ലിക്കുന്നിൽ നിന്ന് ഒരാൾ പറയാൻ, നാട്ടുകാർ പറയാൻ, ഒരു വിശ്വസ്തനുണ്ട്. എവിടെ? അങ്ങ് ബദിയടുക്കയിൽ പോയാൽ ഒരു വിശ്വസ്തനെ കാണാൻ കഴിയും, അവിടെ ഉണ്ട് ഒരാൾ. അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരാൻ. വന്നപ്പോ മാഷാ അല്ലാഹ് നാട്ടുകാർക്ക് എന്തെന്നില്ലാത്ത അനുഭൂതി. നാട്ടുകാർ പറഞ്ഞു, ഓ, എന്തൊരു നല്ല മനുഷ്യൻ, അയാളുടെ വേഷം, അയാളുടെ സംസാരം, അയാളുടെ കോലം, അയാളുടെ ജീവിത രീതി, എന്തോ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ആളുകൾ ചർച്ച ചെയ്യും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. പക്ഷേ അയാളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ ഒരംശം പോലും ഉണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് എന്തൊന്നില്ലാത്ത ഈമാനാണെന്ന് നമ്മൾ പറഞ്ഞ ചില ആളുകൾ, നമ്മൾ തേടിപ്പോയ ചില ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അയാളുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം ഈമാനിന്റെ ഒരംശം പോലും ഉണ്ടാവൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലഖദ് അതാ അലയ്യ സമാനുൻ വമാ ഉബാലി അയ്യകും ബായഅതു. ഇപ്പൊ എനിക്കൊരു കാലഘട്ടം എന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്, എന്റെ മുന്നിലൂടെ ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്.
ആരുമായിട്ടാണോ ഞാൻ ബൈഅത്ത് ചെയ്യുന്നത്, ആരുമായിട്ടാണോ ഞാൻ കരാർ ചെയ്യുന്നത്, ആരുമായിട്ടാണോ ഞാൻ ഒരു വിഷയത്തിൽ രഹസ്യ വിഷയങ്ങൾ എന്തായാലും അത്തരം വിഷയങ്ങളിൽ ആരുമായിട്ടാണോ ഞാൻ കരാറിൽ എത്തുന്നത്, അത് ആരായാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. മുസ്ലിമായാൽ അയാളുടെ ദീന് കാരണത്താൽ അയാൾ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ഇനി മുസ്ലിമീങ്ങളല്ല, മറ്റുള്ള ക്രൈസ്തവരാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളെ കണ്ട്, ജൂതന്മാരാണെങ്കിൽ അവർ മുസ്ലിമീങ്ങളായ ആളുകളുടെ കൂടെ ജീവിച്ച് അവരുമായി എനിക്ക് കച്ചവടം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല, ബൈഅത്ത് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടായിട്ടില്ല. മുസ്ലിമീങ്ങളാണെങ്കിൽ അവരുടെ ദീൻ ചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോ, എന്നാൽ ക്രൈസ്തവരും ജൂതന്മാരുമായ ആളുകൾ മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിച്ച് അവരും അതേ ഒരു ഉടമ്പടിയോടെ മാന്യമായി ജീവിച്ചിരുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കഥ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅമ്മൽ യൗമ, ഇന്നത്തെ അവസ്ഥ, ഫമാ കുൻതു ലിഉബായിഅ മിൻകും ഇല്ലാ ഫുലാനം വഫുലാനാ, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളോട് മാത്രമേ എനിക്ക് ചില വിഷയങ്ങളിൽ ബൈഅത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇടപെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ ചില ആളുകളെ, ചില വ്യക്തികളെ, വിശിഷ്ട വ്യക്തികളെ മാത്രമേ എനിക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് മഹാനായ ഹുദൈഫ തങ്ങൾ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണിത്. അദ്ദേഹം പറയാണ്, ആദരണീയരായ സയ്യിദ് അവർകൾ പോവാണ്, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, അവരുടെയൊക്കെ സയ്യിദന്മാരുടെ തണലിൽ അല്ലാഹു നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് NRCയും CAA ഒക്കെ. അപ്പൊ ഞാൻ അവരോട് പലപ്പോഴും പറയും, ആര് ചോദിച്ചാലും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, പോവാണെങ്കിൽ ഇതാ തങ്ങന്മാരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കുന്നുംകൈ തങ്ങന്മാരുണ്ട്, കുമ്പോൾ തങ്ങന്മാരുണ്ട്, പാണക്കാട് തങ്ങന്മാരുണ്ട്, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ പോവാണെങ്കിൽ നമ്മളും പോവാ, അല്ല നമ്മൾ ഒറ്റക്കായിട്ട് എവിടും പോവില്ല എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും വയസ്സായ ഉമ്മമാർക്കാണ് വലിയ പേടി വിഷയത്തിൽ. എന്താവും എന്താവും ഓരോ ദിവസവും വാർത്ത ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആവൂല, ഒരു ചുക്കാവാൻ പോകുന്നില്ല. അതുകൊണ്ടൊരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ ഭയമില്ലാതെ ജീവിച്ചോളൂ, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും ഇവിടെ സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാവരും കൂടി പോയാൽ പിന്നെ എന്താ പ്രശ്നം? എല്ലാവരും കൂടി പോയാൽ പോരെ? കൂട്ടത്തിൽ തങ്ങന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മത നേതാക്കളുണ്ട്, എല്ലാവരും പോയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. നമ്മളെ ഒറ്റപ്പെട്ടിട്ട് ആരും പോകില്ല, അങ്ങനൊരു പേടിയും ആരും പേടിക്കണ്ട. അപ്പൊ അമ്മൽ യൗമ, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണിത്. അദ്ദേഹം പറയാണ്, നബി തങ്ങളുടെ കാലത്ത് എനിക്ക് ആരുമായിട്ട് ഇടപാട് നടത്തുന്നതിലോ കച്ചവടം നടത്തുന്നതിലോ ബൈഅത്ത് ചെയ്യുന്നതിലോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ താബിഈങ്ങളുടെ കാലമാണ്, സഹാബാക്കളുടെ കാലശേഷം താബിഈങ്ങളുടെ കാലമാണ്, അഥവാ നമ്മുടെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സമയമാണ്. ഇന്ന് ഞാൻ ചില സ്പെഷ്യലൈസ്ഡ് വ്യക്തികൾ, ചില വിശിഷ്ട വ്യക്തികളുമായിട്ട് മാത്രമേ കച്ചവടം ചെയ്യാറുള്ളൂ, ഇടപാട് നടത്താറുള്ളൂ, കരാറുകൾ, വാക്കുകൾ ഏൽപ്പിക്കാറുള്ളൂ, രഹസ്യ വിഷയങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാറുള്ളൂ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ആരെ വിശ്വസിക്കാൻ കഴിയും? പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട വിഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ട്. അത് വലിയൊരു അപകടമാണ്, വലിയൊരു അപകടമാണത്. സ്വന്തം പാർട്ടിക്കാരാണ്, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പാരവെക്കുക. സ്വന്തം സംഘടനക്കാരാണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് പാരവെക്കുക. സ്വന്തം കുടുംബക്കാരാണ്, കുടുംബക്കാർക്ക് പാരവെക്കുക. ഈ രീതിയിൽ പരസ്പരം ചതിയും വഞ്ചനയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു അപകടത്തെ നമ്മൾ കാത്തിരിക്കണം എന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസുണ്ട്, വളരെ നീണ്ടു കിടക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചൊരു ഹദീസാണിത്. ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് വിശദീകരിക്കാനുണ്ട്, നീണ്ടു നിൽക്കുന്ന ഒരു ഹദീസാണ്. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുക. പള്ളിയുടെ സ്വത്ത് ഓരോ വ്യക്തികൾ കൈക്കലാക്കുക,
നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് രാഷ്ട്രത്തിലെ പൗരന്മാര് കൈക്കലാക്കുക. നമ്മളൊരു വാർത്ത വായിച്ചു, ഇന്ത്യയുടെ മൊത്തം സമ്പാദ്യം എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയുടെ 63 വ്യക്തികളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ഇന്ത്യയുടെ ഖജനാവിൽ ഇന്ത്യയുടെ വരുമാനം, ഇന്ത്യയുടെ സമ്പാദ്യം എത്രയാണോ അതിനേക്കാളും കൂടുതൽ ഇന്ത്യയുടെ 130 കോടി ജനങ്ങളിലെ 63 വ്യക്തികളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ എത്ര ഡിഫറൻസ് വരും നോക്കി നിങ്ങൾ, മുതലാളിമാരും പാവങ്ങളും തമ്മിൽ. 63 വ്യക്തികൾ, അവരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തെ സമ്പത്തിനേക്കാളും കൂടുതൽ ക്യാഷ് ഉള്ളത്. അപ്പൊ എത്ര പട്ടിണി ഉണ്ടാവും? ഈ അകൽച്ച വരുമ്പോഴാണ് പട്ടിണി വർദ്ധിക്കുന്നത്, ദാരിദ്ര്യം വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? ഇതുണ്ടാകുന്നത് ശുദ്ധമായ അഴിമതിയിലൂടെ. പൊതുമുതൽ അന്യായമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം കടന്നു വന്നാൽ, റോഡിന് വേണ്ടി, ബിൽഡിങ്ങുകൾക്ക് വേണ്ടി, പാലങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം നൽകുന്ന സമ്പാദ്യം കൃത്യമായ എങ്ങനെയാണോ ആ വർക്കുകൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടത്, എത്ര ചെലവാണോ, എത്ര ക്യാഷാണോ അതിന് ചെലവഴിക്കേണ്ടത്, അത് ചെലവഴിക്കാതെ അവിടെ കൃത്രിമത്വം കാണിച്ച് അതിൽ നിന്ന് ആളുകൾ പൈസ കയ്യിലാക്കുന്നത്. ഒരു റോഡിന് വേണ്ടി 1 കോടി രൂപ പാസ്സായാൽ റോഡിന് ചെലവഴിക്കുന്നത് 25 ലക്ഷം. ബാക്കിയുള്ളതോ ഓഫീസ് ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ, കോൺട്രാക്ടർമാർ, വർക്ക് ചെയ്യുന്ന ആളുകൾ, നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇങ്ങനെ ഓരോ ആളുകൾ പൊതുമുതൽ അടിച്ചു മാറുന്ന, കാർന്ന് തിന്നുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ, ഉറൂസും പള്ളിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു നയാ പൈസ പോലും, ഒരു രൂപ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് വരരുത്. അങ്ങോട്ടേക്ക് എത്ര പോയാലും ഇത്ര സൂക്ഷ്മത നമ്മൾ കാണിക്കാറുണ്ടോ? ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ കോടതിയിൽ അറിയാതെ വന്നതാണെങ്കിലും 1 രൂപയുടെ പേരിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഖേദിക്കേണ്ടി വരുമെന്നല്ല, എന്താണോ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ചേർന്നു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞത്, ഖൈബർ യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സ്വഹാബിയുടെ ശരീരത്തിലേക്ക് ശത്രുവിന്റെ അസ്ത്രമേൽക്കുകയും അവിടെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തപ്പോ മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പറഞ്ഞത്, ഹനീഅൻ ലഹുൽ ജന്ന, എന്തോരു ഭാഗ്യവാനാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകിയല്ലോ. കാരണം യുദ്ധം കഴിഞ്ഞു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുമ്പോഴാണല്ലോ ഇദ്ദേഹത്തിന് ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല നാളെ സ്വർഗ്ഗം നൽകുമല്ലോ എന്നുള്ള സന്തോഷത്തോടെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നാ, എങ്ങനെയാണ് അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത്? ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും പിന്തിരിഞ്ഞോടുന്ന സമയത്ത് യുദ്ധത്തിന്റെ പൊതുമുതലിൽ പെട്ടുപോയ ഒരു ഷാൾ, അത് ആളുകൾ അവഗണിക്കുന്ന ഒരു ഷാളാണ്. ആളുകൾ അതിനെ ഒരു ഗനീമത്തിന്റെ മുതലായി കൂട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഷാൾ അദ്ദേഹം കൈക്കലാക്കുകയുണ്ടായി. അത് പൊതുമുതലിൽ ബൈത്തുൽ മാലിലേക്ക് ഏൽപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതയാൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അത് കാരണത്താൽ ആ തീജ്വാലകളായി ആ ഷാളയാളുടെ കഴുത്തിലിട്ട് അല്ലാഹു മുറുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ട്. പള്ളിയായാലും മദ്രസയായാലും ഉറൂസായാലും ഇനി രാജ്യത്തിന്റെ ഏത് മേഖലയായാലും പഞ്ചായത്തായാലും വില്ലേജായാലും മുനിസിപ്പാലിറ്റി ആയാലും ഒരു നയാ പൈസ പോലും നമ്മുടെ പോക്കറ്റിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര അങ്ങോട്ട് പോയാലും സൂക്ഷ്മത പാലിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ പേരിലാണ് അല്ലാഹു തആല നാളെ നമ്മൾക്ക് നരകം നൽകാൻ പോകുന്നത്. ഈ സൂക്ഷ്മതയില്ലാതെ അധികാരം കയ്യിലെ തിന്റെ കാരണത്താലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തഅമിലുനി, എന്നെ വന്ന് ഗവർണറായി കൂടെ നബിയേ, എന്നെ ഗവർണറാക്കണം.
ഇന്നൊക്കെ ഗവർണർ സ്ഥാനം ഇങ്ങനെ ചോദിച്ചിട്ടും അല്ലാതെയൊക്കെ കിട്ടാണല്ലോ. ആരും വോട്ട് ചെയ്തിട്ടോ ജനങ്ങളുടെ പിന്തുണയോടെ ഒന്നും നൽകാറില്ലല്ലോ. ഇങ്ങനെ തോന്നിയ ആളുകളെ എത്രത്തോളം ചെരുപ്പ് നക്കാൻ യോഗ്യതയുണ്ട് എന്ന് നോക്കി അവർക്കനുയോജ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആളുകളെ നിയോഗിക്കുകയാണ്. നമ്മൾ ആൾക്കാരുടെ പേര് നോക്കിയിട്ടല്ല ആളുകളെ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടി എന്നേ മുഖ്യമന്ത്രി ആവണമായിരുന്നു. അതുകൊണ്ട് മുസ്ലിം സമുദായം പേര് നോക്കിയിട്ട് ആളുകളെ വിലയിരുത്താറില്ല. ഓരോ ആളുകളുടെ സ്വഭാവം, ഓരോ ആളുകളുടെ പെരുമാറ്റം, അവരുടെ വിശ്വസ്തത, അവരുടെ യോഗ്യത, ഇത് നോക്കിയിട്ടാണ് ആളുകളെ വിലയിരുത്താറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയുണ്ടായി, അലാ തസ്തഅമിലുനി നബിയേ, എന്നെ ഒന്ന് ഗവർണറാക്കണം നബിയേ, എന്നെ ഗവർണറാക്കണം, എന്നെ പ്രസിഡന്റ് ആക്കണം. അങ്ങനെ പലർക്കും താല്പര്യം ഉണ്ടാവൂലേ, എന്നെ പ്രസിഡന്റ് ആക്കണം, എന്നെ സെക്രട്ടറി ആക്കണം. അതിനുവേണ്ടി ഗുണ്ടായിസം കളിക്കുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി കൊട്ടേഷൻ നൽകുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി നോട്ടുകെട്ടുകൾ എറിയുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി വ്യക്തമായ ആസൂത്രണം നടത്തുന്ന ആളുകളുണ്ട്. പല മഹല്ലുകളിലും ജനറൽ ബോഡി വന്നാൽ ആളുകൾക്ക് പേടിയാണ്. ഇനി എന്താ ചെയ്യാ? ഇവിടെ ഒരു യുദ്ധം നടക്കുമോ എന്ന് പേടി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന് പേടി, ഇവിടെ ഒരു അടിപിടി ഉണ്ടാകുമോ എന്ന് പേടി. എന്തുകൊണ്ടാണ്? അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കഴുകന്മാർ ഓരോ ആളുകളെ, ഓരോ സംഘങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കെതിരെ ശബ്ദിച്ചാൽ ഒച്ചപ്പാടുണ്ടാക്കാൻ വേണ്ടി, എനിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മുടെ മഹല്ലുകളിൽ പോലും അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവർ സമുദായത്തിന് അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അധികാരം ചോദിച്ചു വാങ്ങുന്നവർ, യോഗ്യരല്ലാത്ത ആളുകൾ അധികാരം ചോദിച്ചു വാങ്ങിയാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കണം. യോഗ്യരല്ലാത്ത ആളുകൾ അധികാരം ചോദിച്ചു വാങ്ങുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ അതിനുവേണ്ടി കളിക്കുന്നത്, ആസൂത്രണം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാദിഅബാനി ജായിആൻ, രണ്ട് വിശന്ന ചെന്നായ്കൾ, രണ്ട് വിശന്ന് വലയുന്ന ചെന്നായകൾ എങ്ങനെയാണോ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് ഇറക്കി വിട്ടാൽ ആ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്നത്, വിശന്ന് വലഞ്ഞു നിൽക്കുന്ന രണ്ട് ചെന്നായകളെ ഒരു ആട്ടിൻകൂട്ടത്തേക്ക് നിങ്ങൾ ഇറക്കി വിട്ടാൽ എങ്ങനെയാണോ ചെന്നായ ആ ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്നത്, എങ്ങനെയായിരിക്കും? ചെന്നായ കണ്ടിട്ടില്ലേ? ചെന്നായയായാലും സിംഹങ്ങളായാലും കടുവകളായാലും വിശന്ന് വലഞ്ഞ ചെന്നായയുടെയോ സിംഹത്തിന്റെയോ കൂട്ടിലേക്ക് അതിന്റെ ഇരയായ ആടുകളെ നമ്മൾ ഇറക്കി വിട്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? കിടന്നുമേയും കഴിവിന്റെ പരമാവധി എല്ലാറ്റിനെയും ആക്രമിക്കും, എല്ലാറ്റിന്റെയും രക്തം കുടിക്കും, എല്ലാറ്റിനെയും വേട്ടയാടും, തലങ്ങും വിലങ്ങും ഓടിച്ചാടി ഒന്നിനെ പോലും വെറുതെ വിടാതെ വയറ് നിറയുന്നത് വരെ അക്രമം അഴിച്ചുവിടും ചെന്നായകൾ. അതേപോലെയാണ് അധികാരത്തോടുള്ള അധികാരമോഹികളായ ആളുകൾ, സ്ഥാനമാനങ്ങളെ കൊതിക്കുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരക്കൊതിയന്മാർ, സ്ഥാനമോഹികളായ ആളുകൾ, പക്ഷേ അവർ അർഹരല്ല, അവർ യോഗ്യരല്ല. അധികാരം കിട്ടിയാൽ മാന്യമായി പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല. എന്താണ് അവരവരുടെ ഡ്യൂട്ടി എന്ന് പോലും അറിയാതെ അധികാരം ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. എന്തൊരു മോശാണിത്! നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾ അധികാരം ചോദിച്ചു വാങ്ങാൻ, അയാൾക്കറിയില്ല എന്റെ യോഗ്യത, ഞാൻ ഇന്നാലിന്ന സ്ഥാനത്തെത്തിയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പേ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം, എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം, എന്റെ ബാധ്യത എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണം. ആ ഡ്യൂട്ടി അറിഞ്ഞതിന് ശേഷം ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അധികാരം ഏറ്റെടുത്താൽ മതി. എന്നാൽ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല, ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. അധികാരത്തിന് വേണ്ടി തള്ളും ഉന്തും തല്ലും എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. പക്ഷേ അധികാരത്തിലെത്തിയാൽ കൃത്യമായ ആസൂത്രിതമായ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ എവിടെയും കാണാറില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം മിണ്ടാതിരുന്നു, ഇനി അവസാനം അധികാരം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ജനറൽ ബോഡി വരുമ്പോൾ ഇങ്ങനെ സടകുടഞ്ഞെഴുന്നേൽക്കും. അപ്പൊ 4 പ്രവർത്തനം, 4 ഒച്ചപ്പാട്. ഇതാണോ
ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? ഏത് നേതാക്കന്മാരായാലും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ബാധ്യത എന്താണെന്ന് പഠിച്ചിട്ട് വേണം അധികാര കസേരയിൽ ഇരിക്കാൻ. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു അധികാരി മരിച്ചുപോയാൽ അല്ലാഹു തആല അവർക്ക് നരകം സ്വർഗം ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അധികാരം ഏറ്റെടുത്ത് പള്ളിയുടെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, മദ്രസയുടെ പ്രസിഡന്റായി, ഇങ്ങനെ ഓരോ സംയുക്ത ജമാഅത്ത്, അതേപോലെ സംഘടന, രാഷ്ട്രീയ പാർട്ടികൾ, ഇങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ അധികാരമുള്ളത് ആ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അല്ലാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ ആ അധികാരികൾ മരിക്കുന്ന സമയത്ത് തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ അല്ലാഹു തആല സ്വർഗ്ഗം അവർക്ക് നിഷിദ്ധമാക്കുമെന്ന്, ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെന്തിനാ ഈ അധികാരം? എന്തിനാ ഇതിനു വേണ്ടി ശണ്ട കൂടുന്നത്? എന്തിനാ ഇതിനു വേണ്ടി അടിപിടി കൂടുന്നത്? ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യാതെ മരിച്ചു പോയാൽ അല്ലാഹു സ്വർഗം ഹറാമാക്കും. ഈ നരകം ചോദിച്ചു വാങ്ങാനാണോ ഈ അധികാരം? ഇതൊരു മുൾക്കിരീടമാണ്. ഇത് വലിയൊരു അപകടമാണ്. ആളുകൾക്ക് ഇതൊക്കെ വലിയൊരു രസമായിട്ട് തോന്നാണ്. ചെയ്യാൻ കഴിഞ്ഞില്ലേ, പെട്ടെന്ന് ഒഴിഞ്ഞു മാറണം. വളരെ താല്പര്യത്തോടെ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അർഹരായ ആളുകൾ ഏൽപ്പിക്കണം. ഇന്ന് അങ്ങനെയല്ല ഉണ്ടാവുക. തന്നെക്കാളും അർഹരായ ആൾ തന്റെ പാർട്ടിയിലുണ്ട് എന്നറിഞ്ഞാൽ അയാളെ ഒതുക്കാനാ ശ്രമിക്കുക. ഭയങ്കര രസാണ് ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ. ഭയങ്കര രസാണ്. പാർട്ടിക്ക് വേണ്ടി ആരാ പ്രവർത്തിക്കുന്നത്? എല്ലാവരും സെൽഫിഷാണ്. ആർക്കും പാർട്ടി വളരണമെന്നില്ല, എല്ലാവർക്കും താൻ വളരണം എന്നുള്ള ചിന്തയുള്ളൂ. സംഘടന വളരണം ആർക്കും താല്പര്യമില്ല, താൻ വളരണം. സെൽഫിഷായി, സ്വാർത്ഥരായി ജീവിക്കാൻ. തന്റെ പാർട്ടിക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? ഇന്നാലുന്ന സ്ഥാനം ഏതെങ്കിലും ഒരു പാർട്ടി ഒരാളെ ഏൽപ്പിച്ചാൽ ആ പാർട്ടിക്ക് വേണ്ടിയല്ലേ അയാൾ പ്രവർത്തിക്കേണ്ടത്? എന്നാൽ തന്റെ പാർട്ടിക്ക് താനല്ലാത്ത ഒരാൾ പ്രസിഡന്റായിട്ടോ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ വന്നാൽ അയാൾ വന്നാൽ എന്നെക്കാളും നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തോന്നിയാൽ സ്വയം മാറി അയാൾക്ക് സ്ഥാനം നൽകേണ്ടതിന് പകരം അയാളെ പാരവച്ച് അയാളെ ഒതുക്കി വെക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ കൊണ്ട് കഴിയാത്തത് മറ്റൊരാളെ കൊണ്ട് കഴിയും എന്ന് നമ്മൾക്ക് തോന്നിയാൽ വേഗം ഇറങ്ങി അയാൾ അധികാരത്തിലേൽപ്പിക്കുക. പാർട്ടി ഉഷാറാവട്ടെ, ജമാഅത്ത് ഉഷാറാവട്ടെ, സംഘടന ഉഷാറാവട്ടെ, നാട് ഉഷാറാവട്ടെ. പക്ഷേ അതിന് നിൽക്കൂല. തനിക്ക് ഭാരമാവും, തനിക്ക് പാരയാവും, ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നിയാൽ അയാളെ ഇരുത്താൻ ഏതു കുതന്ത്രങ്ങൾ ഉപയോഗിക്കാനും സ്വന്തം പാർട്ടി ലീഡർമാർ മടി കാണിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്, ചതിയന്മാരുടെ കാലമാണ് നമ്മുടെ കാലം എന്ന് പറയാൻ കാരണം അതാണ്. ചതിയന്മാരുടെ കാലമാണ്. സ്വന്തം പാർട്ടി നേതാക്കന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ കഴിയാത്ത കാലം. സംഘടനാ നേതാക്കന്മാർക്ക് പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത കാലം. ചതിയന്മാരുടെ, വഞ്ചകന്മാരുടെ, നുണയന്മാരുടെ ലോകമായി നമ്മുടെ ലോകം മാറിയാൽ അല്ലാഹു നമ്മെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വാർത്ഥരായി മാറരുത്. നിങ്ങളുടെ വിജയമോ നിങ്ങളുടെ വളർച്ചയോ അല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ മതത്തിന്റെ വളർച്ച, നമ്മുടെ ദീനിന്റെ വളർച്ച, നമ്മുടെ പാർട്ടിയുടെ വളർച്ച, നമ്മുടെ സംഘടനയുടെ വളർച്ച. പാർട്ടി ഏതായാലും സംഘടന ഏതായാലും ഏതോ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടത്. സെൽഫിഷായി മാറരുത്, സ്വാർത്ഥരായി മാറരുത്. സ്വന്തം പാർട്ടിയെ, സ്വന്തം സമുദായത്തെ, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചെറുപ്പ് നക്കികളായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ആരും മാറാൻ പാടില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, അലാ തസ്തഅമിലുനി, എനിക്ക് അധികാരം നൽകുമോ നബിയേ? എന്നെ പ്രസിഡന്റ് ആക്കുമോ നബിയേ? എന്നെ സെക്രട്ടറി ആക്കുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. പലരും ഖാദിമാരെ സമീപിക്കാറുണ്ട്. വളരെ രഹസ്യമായി അവരെ
സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്. അധികാരത്തിന് വേണ്ടി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, യാ അബൂദർ, അല്ലയോ അബൂദർ എന്നവരെ, ഫളറബ ബിയദിഹി അലാ മൻകിബി, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ തട്ടി, എന്റെ ഷോൾഡറിൽ നബി തങ്ങൾ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് നബി എന്നോട് പറഞ്ഞു, യാ അബൂദർ, അബൂദറേ, ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, നിനക്കത് പറ്റൂല അബൂദറേ, അതിനൊക്കെ ചില യോഗ്യതയുണ്ട്. എല്ലാവർക്കും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് കണ്ട് നീ ഇത് കുതിക്കണ്ട. ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, നിനക്കത് കഴിയില്ല. അത് വിശ്വസ്തതയാണ്, അതൊരു അമാനത്താണ്. അധികാരം എന്നുള്ളത് അമാനത്താണ്, അധികാരം എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ അമാനത്ത് ഒരാൾ ഏറ്റെടുത്തിട്ട് അതിനോട് ചതി കാണിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു അമാനത്ത്, ഈ ഒരു ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ നിനക്ക് കഴിയില്ല അബൂദർറേ, നീ ലഈഫാണ്, നീ ബലഹീനനാണ്. എന്നിട്ട് പറഞ്ഞു, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖുസിയും വനദാമ, ഇത് ഖേദമാണ്. നാളെ മഹ്ശറയിലെത്തിയാൽ അധികാരം എന്നുള്ളത് ഖേദമാണ്, നിന്ദ്യതയാണ് അബൂദർറേ. കേൾക്കണം, അധികാരമോഹികൾ, സ്ഥാനമോഹികളായ ആളുകൾ, അധികാരത്തിന് വേണ്ടി വടം വരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ വാക്കുകൾ, ഇന്നഹാ നദാമ, അത് ഖേദമാണ് അബൂദർറേ. ലോകാവസാനം കഴിഞ്ഞ് പാരത്രിക ലോകത്ത്, മഹ്ശറ ലോകത്തെത്തിയാൽ ഈ അധികാരം ഏറ്റെടുത്തതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അതേപോലെ അത് നിന്ദ്യതയാണ്, നാളെ നിന്ദ്യതയോടെ തലകുനിച്ചു നിൽക്കേണ്ടി വരും അബൂദർറേ. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, ആരാണോ അധികാരം എന്താണെന്ന് പഠിച്ചുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, എന്റെ ബാധ്യത എന്താണെന്ന് പഠിച്ചവർ, എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പഠിച്ചവർ, എന്തൊക്കെ ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് അത് പഠിക്കുകയും ആ ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്ത ആളുകൾ, അവരല്ലാത്ത എല്ലാ ആളുകളും നാളെ അധികാരത്തിന്റെ പേരിൽ നഖം കടിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നേതാക്കന്മാരുടെ അവസ്ഥ. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതൊക്കെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ? കഴിയില്ലെങ്കിൽ ഏറ്റെടുക്കരുത്. എത്രയോ അർഹരായ ആളുകളുണ്ട്, അവരെ ഏൽപ്പിക്കൂ. ഇപ്പൊ എലക്ഷൻ വരുമ്പോഴൊക്കെ സ്വാഭാവികമായി വിജയിക്കേണ്ട മണ്ഡലങ്ങളൊക്കെ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നാലിന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വളരെ പുഷ്പം പോലെ വിജയിക്കേണ്ട മണ്ഡലങ്ങൾ മറ്റൊരു നേതാവിൻ്റെ വാശി കാരണം അയാളെ നിർത്തേണ്ടി വന്നു. അയാളെ നിർത്തിയപ്പോൾ സ്വന്തം പാർട്ടിക്കാർ വരെ മാറിക്കുത്തി പാർട്ടി തോറ്റുപോയി. സ്വാർത്ഥതയാണ്, അധികാരമോഹമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ നിന്നാൽ എൻ്റെ പാർട്ടിക്ക് ക്ഷീണമാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ നിന്നാൽ എൻ്റെ പാർട്ടിക്കത് ഉപകാരമാണെങ്കിൽ, വളർച്ചയാണെങ്കിൽ ഞാൻ നിന്നോളാം. എന്നെക്കൊണ്ട് എൻ്റെ നാടിന് ഉപകാരമാണെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. എന്നെക്കൊണ്ട് എൻ്റെ നാടിന് അപമാനമാണെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് അത്തരം അധികാരമോഹങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു ഹദീസുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, വഞ്ചന വ്യാപകമായാൽ, ചതി വ്യാപകമായാൽ, സാമ്പത്തികമായ ക്രമക്കേട് നിരന്തരമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബികളെ പറ്റിക്കാൻ മടിയില്ലാത്തവർ, സ്വന്തം ജ്യേഷ്ഠന്മാരെ പറ്റിക്കാൻ മടിയില്ലാത്തവർ, മാതാപിതാക്കളെ പോലും സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവർ, സമ്പത്ത് കിട്ടിയാൽ മതി, അത് ഹക്കും ഹലാലും ബാത്തിലും നോക്കാതെ പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയോടെ ജീവിക്കുന്ന
ആയിരക്കണക്കിന് ആളുകൾ 50,000 തന്നാൽ മാസങ്ങളിൽ 10,000 തരാമെന്ന് ആരെങ്കിലും സുമോഹന വാഗ്ദാനങ്ങളുമായി വരുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും പഠിക്കാതെ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്നറിയാതെ, അത് പലിശയാണോ അല്ലേ എന്ന് പോലും അറിയാതെ, അത് വഞ്ചനയാണോ ചതിയാണോ എന്ന് പോലും പഠിക്കാതെ 50,000-ങ്ങളും ലക്ഷങ്ങളും എറിഞ്ഞു കൊടുക്കുന്ന എത്രയോ വ്യക്തികളുള്ള നാടാണ് നമ്മുടെ നാട്. അങ്ങനെ ആളുകൾ ഇങ്ങനെ കൊടുത്തിട്ട് മാസാമാസം 10,000 വാങ്ങുന്നുണ്ട്. ആ പൈസ കൊണ്ടാണ് കൂട്ടുകാരെ തീറ്റിക്കുന്നത്, ആ സമ്പത്ത് കൊണ്ടാണ് ഭാര്യയെ തീറ്റിക്കുന്നത്, ആ സമ്പത്ത് കൊണ്ടാണ് മക്കളെ തീറ്റിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്താണ് അയാൾ തിന്നുന്നത്? ഹറാമ് തിന്നിട്ട്, ഭാര്യയ്ക്ക് ഹറാമ് തീറ്റിച്ചിട്ട്, മക്കൾക്ക് ഹറാമ് തീറ്റിച്ചിട്ട് അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ എനിക്ക് ഉത്തരം ചാ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് ഉത്തരം ചാ റബ്ബേ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് മുൽതസം എന്ന് പറയുന്ന എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയ കഅബയുടെ മുൽതസമിന്റെ സമീപത്ത് ചെന്ന് ആ കഅബയുടെ വാതിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ എന്ന് നിരന്തരമായി ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താലും അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല. കാരണം തിന്നുന്നത് ഹറാമാണ്. മറ്റൊരാളെ പറ്റിച്ചിട്ടാ നീ തിന്നുന്നത്, മറ്റൊരാളെ വഞ്ചിച്ചിട്ടാ നീ തിന്നുന്നത്. ഗൾഫിൽ നിന്ന് 2 കോടിയും 3 കോടിയൊക്കെ ലോൺ എടുത്ത് നാട്ടിലേക്ക് വരുന്നവർ, എന്നിട്ട് ഇവിടെ ബിസിനസ് നടത്തുന്നു, എന്നിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നു. 2-3 മാസം ആളുകൾ പറയും അയാൾ മുക്കി വന്നതാണ്, പരസ്പരം ആരും കാണാതെ രഹസ്യമായിട്ട് പറയും അയാൾ മുക്കി വന്നതാണ്. ഞാനിങ്ങനെ കുറച്ച് പോകും. അടുത്ത കൊല്ലം ഇലക്ഷൻ വരുമ്പോൾ അയാൾ പള്ളി പ്രസിഡന്റ് ആവും. ആദ്യമൊക്കെ ആളുകൾ എതിർപ്പുണ്ടായിരുന്നു, മുക്കിയതല്ലേ, പറ്റിച്ചതല്ലേ, അറബീനെ പറ്റിച്ച് വന്നതല്ലേ, ഹറാമല്ലേ. പിന്നെ പള്ളിയിങ്ങനെ പുതുക്കി പണിയുമ്പോൾ അയാൾ അങ്ങോട്ട് 50 ലക്ഷം അങ്ങോട്ട് എടുത്തു കൊടുത്തു. അപ്പോഴേക്കും അയാൾ ശുദ്ധനായി, അപ്പോഴേക്കും അയാൾ അധികാരത്തിന് യോഗ്യനായി, അർഹനായി. അടുത്ത പള്ളി പ്രസിഡന്റ് അയാളാണ്. ഇതെന്നാ നമ്മൾ നിർത്തുക? ഇത് നിർത്താതെ അള്ളാഹു നാട്ടിൽ സമാധാനം തരൂല. പച്ചയ്ക്ക് മറ്റൊരാളുടെ ഹറാമ് തിന്നിട്ട്, പച്ചയ്ക്ക് വഞ്ചിച്ച് ചതിച്ച് എത്ര ആളുകൾ വഴിയോരത്തായി പോയിട്ടുണ്ട്. തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതം ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന പാവങ്ങൾ മുതലാളിമാരായിരുന്നു ഒരു കാലത്ത്. അവരെ പറ്റിച്ചതാണ്, അവരെ ചതിച്ചതാണ്, സമ്പാദ്യം മുഴുവനും ഒടിച്ചു മാറ്റി നാട്ടിലേക്ക് മുങ്ങിയതാണ്. ഒന്നല്ല ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകളെയാണ് നമ്മൾ പിന്നെ അധികാരം ഏൽപ്പിക്കുന്നത്. ഇവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ളുയ്യത്തിൽ അമാന, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഫന്തലിസ്സാ, ലോകാവസാനത്ത് നിങ്ങൾ കാത്തിരിക്കണേ, ഖിയാമത്ത് നാളിന് നിങ്ങൾ കാത്തിരിക്കണേ. എപ്പോ അമാനത്ത് നഷ്ടപ്പെട്ടാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണം. അപ്പൊ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, കൈഫ ഇദാഅതുഹാ യാ റസൂലല്ലാഹ്, നബിയേ എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്? കൈഫ ഇദാഅതുഹാ യാ റസൂലല്ലാഹ്, നബിയേ എങ്ങനെയാണ് നബിയേ അമാനത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്? കേട്ടോട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തലിരിസ്സാഅ, അനർഹരായ യോഗ്യതയില്ലാത്ത ആളുകളുടെ കൈകളിൽ അധികാരമെത്തിയാൽ, അനർഹരായ യോഗ്യതയില്ലാത്ത ആളുകളുടെ കൈകളിൽ അധികാരമെത്തിയാൽ ഫന്തലിരിസ്സാഅ, ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഫന്തലിരിസ്സാഅ റവാഹുൽ ബുഖാരി, സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. കേരളത്തിൽ നിന്ന് ഒതുക്കി നിർത്തിയപ്പോൾ അവർ കേന്ദ്രത്തിൽ പിടിച്ചു. എന്നാൽ ശക്തമായ വർഗീയ ചിന്തയോടെ, വർഗീയ ചുവയുള്ള വാക്കുകളല്ലാതെ അവർ പറയാറില്ല. ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഒരക്ഷരം മിണ്ടാൻ തയ്യാറാവാത്ത ചില കേന്ദ്ര നേതാക്കന്മാരുണ്ട് നമ്മുടെ നാടുകളിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ട ക്രൈസ്തവരിൽപ്പെട്ട ചില ആളുകൾ നമ്മെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുകയാണോ? RSSന്റെ പണി ക്രൈസ്തവരായ ആ വിഭാഗത്തോട് പറയുകയാണ്, നിങ്ങൾ എടുക്കരുത്.
RSSന്റെ പണി നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ ഒരൽപ്പമെങ്കിലും മാന്യത കാണിക്കണമെന്ന് പറയുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നിങ്ങളുടെ ചരിത്രം എത്രത്തോളമുണ്ട് എന്ന് കണ്ണോടിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് നല്ലതാണ്. ഒന്ന് കണ്ണോടിക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എത്രത്തോളം ക്രൈസ്തവ മതവിഭാഗത്തിന് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയതിൽ, ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചു വീണതിൽ എത്ര ശതമാനം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. RSSകാരെ മാത്രമല്ല പറയുന്നത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ സത്യസന്ധമായി നിഷ്കളങ്കമായി പഠിക്കണം. ദയവ് ചെയ്ത് നാട്ടിൽ വർഗീയത ഉണ്ടാക്കരുത്. അനാവശ്യമായ ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എനിക്കറിയാം, ഇന്നലെ രാത്രി ഞാൻ എറണാകുളം ഭാഗത്ത് മൂവാറ്റുപുഴയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. ആ സദസ്സിലേക്ക് 2 ചെറുപ്പക്കാർ കടന്നു വന്നിട്ടുണ്ട്. 2 ചെറുപ്പക്കാർ കടന്നു വന്നു. ആ ചെറുപ്പക്കാർ ജന്മനാ ക്രൈസ്തവരാണ്. ആ ചെറുപ്പക്കാർ താമസിക്കുന്ന 15 കിലോമീറ്ററുകളോളം ഏരിയകളിൽ ഒരു മുസൽമാന്റെ വീട് പോലില്ല. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അവരെന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്? അവരുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അവരുടെ മതം പ്രബോധനം നടത്താൻ, അവരുടെ ആശയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഒരു മുസ്ലിമിന്റെ സമീപത്തേക്ക് വേണ്ടി മുസ്ലിമിനെ മതം മാറ്റാൻ 2 പേർ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ആ മുസ്ലിമിന്റെ മറുപടി കേട്ടപ്പോൾ അവർ മുസ്ലിമീങ്ങളായി മാറി. ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളെ ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവർ, പക്ഷേ ആ മുസ്ലിമിന്റെ ആശയം കേട്ടപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 2 ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാർ. അവരാ പറഞ്ഞത്, ഇസ്ലാമിനെ കുറിച്ച് ഭീതിയോടെയാണ് ചെറുപ്പത്തിലെ ചർച്ചകളിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ഭീതിയോടെയാണ് ഇസ്ലാം എന്ന മതത്തെ തന്നെ അവർ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ മുസ്ലിം ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇസ്ലാമിനെ പോലെ നല്ല ഒരു മതം ലോകത്തില്ലേ ഇല്ല. ഇസ്ലാമിനെ പോലെ മാന്യമായ ഒരു മതം ലോകത്തില്ലേ ഇല്ല. എത്രത്തോളം മോശമായിട്ടാണ് നമ്മുടെ കുട്ടിക്കാലത്ത്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മതങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ ആശയങ്ങൾ വികലമായതിന്റെ പേരിൽ അച്ഛന്മാരെ ചോദ്യം ചെയ്ത് നിങ്ങളുടെ ബൈബിളുകളിലുള്ള പുതിയ നിയമങ്ങൾ ഇരിക്കുമ്പോഴല്ലേ ഒരു അന്തസ്സുള്ളത്, അതല്ലേ ഒരു മാന്യത, അതല്ലേ ഒരു അഭിമാനം. അതുകൊണ്ട് ഒറ്റ കൊടുക്കുന്ന പണിക്കാരും നിൽക്കരുത്. വഞ്ചന അത് ലോകം മാപ്പ് നൽകൂല. ചതിക്ക് ഇസ്ലാം മാത്രമല്ല, ലോകം മാപ്പ് നൽകൂല. ചതിയന്മാർ ചതിയിലൂടെ മരിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസ് സാഅ. അധികാരം അനർഹരായ ആളുകളുടെ കയ്യിൽ ലഭിച്ചാൽ ഫന്തദിരിസ് സാഅ, ലോകാവസാനത്തെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസ്, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരിക. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വരിക. രാജ്യത്തിന്റെ 4000 കോടി സമ്പാദ്യവുമായി മുതലാളിമാർ നാട് വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുക, ബ്രിട്ടനിലേക്ക് പോവുക, ലണ്ടനിലേക്ക് പോവുക. 4000 കോടി. ഈ 4000 കോടി ഉണ്ടെങ്കിൽ എത്ര പാവങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമായിരുന്നു? രാജ്യത്ത് അധികാരികൾ തന്നെ ഒറ്റുകൊടുക്കുക. ഈ രാജ്യത്തിന്റെ സമ്പാദ്യം മുഴുവനും നശിപ്പിക്കുക. രാജ്യം വളരണമെന്ന് ആർക്കാ ഇവിടെ താല്പര്യമുള്ളത്? ആർക്കാ താല്പര്യമുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചില്ലേ, എല്ലാവർക്കും സ്വന്തം വളർച്ചയായ ഇഷ്ടം. അതെല്ലാവരുടെ അവസ്ഥ അങ്ങനെ. നമ്മളൊരു മാറ്റം വരണതിൽ ആത്മാർത്ഥമായി, ഇപ്പോൾ നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ ഇസ്ലാമിനോടൊരു ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം. നമ്മളൊരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, LDFലോ UDFലോ മുസ്ലിം ലീഗിലോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ പാർട്ടിയോട് കൂറ് വേണം. പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവരാവരുത്. പാർട്ടിയെ കൂടെ നിന്നിട്ട് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം പാർട്ടിയുടെ പ്രതിസന്ധിയിൽ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുക. രാവിലെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അണികൾക്ക് പുതിയ വാർത്ത കിട്ടാണ്. എന്താണ്? എന്റെ നേതാവ് പാർട്ടി മാറിയെന്ന്. അപ്പൊ ഇന്നലെ വരെ സിന്ദാബാദ് വിളിച്ച പാർട്ടിക്കാരൊക്കെ ആരായി? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സസ്യായി മാറി നമ്മുടെ പാർട്ടിക്കാരൊക്കെ. ഇതുണ്ടാവരുത്. ഇത് വഞ്ചനയാണ്, ഇത് ചതിയാണ്. അവർക്ക് കാലം മാപ്പ് നൽകൂല. രണ്ടാമത്തേത് പറഞ്ഞത്, വൽ അമാനതു മഗ്നമാ,
വൽ അമാനതു മഗ്നമാ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറുക. വാട്സപ്പിലെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ, ഇതൊക്കെ വലിയ അപകടമാണ്. നിങ്ങൾ ഇതൊക്കെ നിസ്സാരമായി കാണുന്നുണ്ടാകും. വാട്സപ്പിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ, ആ ഗ്രൂപ്പിലുള്ള മെമ്പർമാര് മറ്റുള്ള ആളുകൾക്ക് ഒറ്റുകൊടുക്കുന്നത് ചതിയല്ലേ? അത് വഞ്ചനയല്ലേ? വിശ്വസ്തത കിട്ടാക്കനിയായി മാറുക. നല്ല ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചകൾ പിറ്റേ ദിവസം രാവിലെയാകുമ്പോഴേക്കും വോയിസ് ലീക്കായി, അയാളുടെ വോയിസുകൾ ലീക്കായി, പിന്നെ നാട്ടിൽ ചർച്ചയായി, പ്രശ്നമായി, അടിപിടിയായി, കോലാഹലങ്ങളായി. എന്താണ് അങ്ങനെ ഒരു കോലാഹലങ്ങൾക്ക് കാരണം? ഈ ക്ലോസ്ഡ് ആയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയാണ് മാന്യതയില്ലാത്ത, അന്തസ്സില്ലാത്ത, ഒരു താന്തോന്നി പുറത്തുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്തത്. ചതിയന്മാരായ, നുണയന്മാരായ, വഞ്ചകന്മാരായ ആളുകൾ. ലോകം നിങ്ങൾക്ക് മാപ്പ് തരുമോ? നിങ്ങളിങ്ങനെ ചതി പണിയെടുക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ചതി അനുഭവിക്കാതെ മരിച്ചു പോകൂല എന്നാണ്. മറ്റൊരാളെ നമ്മൾ ചതിച്ചാൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ചതി അനുഭവിക്കാതെ നമ്മൾക്ക് മരിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങൾക്കൊരാളൊരു വാട്സപ്പ് വോയിസ് അയച്ചു തന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആവശ്യത്തിനനുസരിച്ച് സന്ദർഭം നോക്കി ലീക്കാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? മൗലവിമാർ വരെ പണിയെടുക്കുന്നുണ്ട്. മൗലവിമാർ വരെ പണിയെടുക്കുന്നുണ്ട്. നമ്മളൊക്കെ വാദിനൊക്കെ വിളിക്കുമ്പോൾ പലപ്പോഴും കാണാറുള്ളതാണ്. എന്ത് പരിപാടി, ആരൊക്കെ ഉണ്ട്, ആരാ സംഘടിപ്പിക്കുന്നത് എന്നൊരു വോയിസ് നമ്മൾ ഇട്ടാൽ നിങ്ങൾ മൗലവിമാരായിരിക്കില്ല വാദിനൊക്കെ വിളിക്കുക. അതെടുത്തിട്ട് ഈ വോയിസ് അതിൻ്റെ കൂടെ, അവരുടെ കൂടെ ഒരു തഫ്സീറും, മനസ്സിലായോ? നമ്മുടെ ഒരു വോയിസ്, അതിൻ്റെ കൂടെ ഒരു തഫ്സീർ, അയാളുടെ ഒരു 10 മിനിറ്റ് വിശദീകരണം. ഇങ്ങനെ ചതിയന്മാരായ ആളുകൾ ഉണ്ടാവുക. നമ്മളൊരാളോടൊരു സംസാരം, ഫോൺ കോളുകൾ കട്ട് ചെയ്യാറില്ല, റെക്കോർഡ് ചെയ്യാറില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിരന്തരമായി വിളിക്കുക, അയാളുടെ സമ്മതമില്ലാതെ അയാളുമായി സംസാരിച്ച ആ ഭാഗങ്ങൾ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ പ്രചരിപ്പിക്കുന്നത് പച്ച ഹറാമാണത്, നുണയാണത്. മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കുന്നത് പോലെയുള്ള ഏറ്റവും വലിയ മഹാപാപമാണ് ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചീന്തുന്നത്. ഒരു മുസ്ലിമിന് മറ്റൊരാളുടെ 3 കാര്യങ്ങൾ ഹറാമാണ്, തൊടാൻ പാടില്ല. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? അയാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല. അഭിമാനം വളരെ പ്രധാനമാണ്. മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു രഹസ്യം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് പുറത്തുവിട്ടാൽ അല്ലാഹുവിന്റെ കോടതിയിൽ മാപ്പില്ലാതെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി. ഫേസ്ബുക്കിലൂടെയൊക്കെ ഫേക്ക് ഫാബ്രിക്കേറ്റഡ് വാർത്തകൾ നമ്മൾ നിരന്തരമായി കാണും. അത് നമ്മൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. എന്താ കാരണം? അയാൾ നമ്മുടെ എതിർ പാർട്ടിയാണ്. ചെയ്യരുത്. എതിർ പാർട്ടിയായാലും മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന, സ്വകാര്യതയെ പിച്ചു ചീന്തുന്ന ഒരു വാർത്ത പോലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. പൊതുവിഷയങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? പൊതുവിഷയങ്ങൾ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതലൊക്കെ കട്ടു തിന്നുന്ന ആളാണെങ്കിൽ അവരൊക്കെ പരസ്യമായി വിചാരണ ചെയ്യണം, പരസ്യമായി വിചാരണ ചെയ്യണം. അതല്ലാതെ അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അയാൾ ആരോടോ പഞ്ചാരടിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടു, അതങ്ങോട്ട് എടുത്തിട്ട് അതിനെ വളരെ ആസൂത്രിതമായിട്ട് ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും ലീക്കാക്കാം. ചില ആളുകൾക്ക് ചില പരിപാടിയുണ്ട്. കാസർഗോട്ടിലെ ചില ചെറുപ്പക്കാർക്കൊക്കെ പരിപാടി ഉണ്ട്. എന്തെന്നറിയോ? നാട്ടിലുള്ള പ്രമാണിമാരായ മുതലാളിമാരെ പിടിക്കാൻ. കൂടെ ഒരു പെണ്ണുണ്ടാവും. ആ പെണ്ണിനിങ്ങനെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നടക്കുക. ഈ പെണ്ണിനോട്, നാട്ടിലുള്ള മുതലാളിയോട് നമ്പറും കൊടുത്തിട്ട് ചാറ്റ് ചെയ്യാൻ പറയാം. നാട്ടിലൊക്കെ വലിയ വലിയ പൈസക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരോട് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ പറയാം. മുതലാളിമാരിങ്ങനെ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യില്ല, പിന്നെ നിരന്തരമായി ചാറ്റിങ് തുടങ്ങി അറിയാതെ ആ പെണ്ണിന്റെ വലയിൽ വീണുപോകും. അങ്ങനെ പെണ്ണ് വിളിക്കും, എന്നാലെന്ന ലോഡ്ജിൽ നമ്മളൊന്ന് കാണില്ലേ, എന്നാ ആയിക്കോട്ടെ, അങ്ങനെ പോകുമ്പോൾ ലോഡ്ജിന്റെ താഴെ 4-5 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടും. ഇയാൾ റൂമിൽ കയറിയാൽ ചെറുപ്പക്കാർ ചാടി വന്ന് ഇയാളുടെ വസ്ത്രമഴിച്ചു നഗ്നനാക്കി പെണ്ണിന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് പിന്നെന്താ പണി? പിന്നെ അയാളോട് പറയും 5 ലക്ഷം തന്നാൽ, 5 ലക്ഷം തന്നാൽ ഈ ഫോട്ടോ ഞങ്ങൾ പുറത്തു വിടൂല, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഞങ്ങൾ ലീക്കാക്കും. സ്വാഭാവികമായി സമ്പത്തുള്ള ഒരു മുതലാളി ഈ ഫോട്ടോ പുറത്തു പോയാൽ തൻ്റെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് 5 ലക്ഷം കൊടുക്കും. അങ്ങനെ ഈ കുട്ടികൾ 5 ലക്ഷം കിട്ടാൻ അടിച്ചു മാറും, സുഖിച്ച് ജീവിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോൾ വണ്ടിയും
അടിച്ചുപൊളിയും കള്ളും കുടിയും കഞ്ചാവൊക്കെ കഴിഞ്ഞ് 5 മാസം കഴിയുമ്പോൾ പൈസ തീരും. അപ്പോൾ വീണ്ടും വരും മുതലാളിയുടെ പിന്നാലെ, ഇതാ നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല, 2 ലക്ഷം തരണം. അയാൾ വീണ്ടും 2 ലക്ഷം കൊടുക്കും. ഇങ്ങനെ മരണം വരെ തന്റെ നഷ്ടപ്പെട്ടു പോയ അഭിമാനം, തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു ഫോട്ടോയുടെ പേരിൽ, അറിയാതെ ഒരു ദുർബലമായ നിമിഷത്തെ പെട്ടുപോയതിന്റെ പേരിൽ വർഷങ്ങളോളം ലക്ഷങ്ങൾ കൊടുത്ത് തമ്മാടിക്കൂട്ടങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത്തരം അപകടങ്ങളിലോ കെണിയിലോ പെട്ടുപോയ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അതേപോലെ സ്ത്രീകളും പെട്ടുപോവാറുണ്ട്. എങ്ങനെ? പെണ്ണുങ്ങൾ വീട്ടിലുള്ള നല്ല നല്ല ഉമ്മമാര് പെട്ടുപോവാറുണ്ട്. എങ്ങനെയെന്നറിയോ? മിസ്കോളിലൂടെ ബന്ധപ്പെടും. ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറും, ആ പെണ്ണുമായി ഇടപെടും. എന്നിട്ട് പെണ്ണിന്റെ കൂടെ നഗ്നമായിട്ടോ അല്ലാതെയോ ഉള്ള ഫോട്ടോകളോ വീഡിയോകളോ കൈക്കലാക്കി ആ മനുഷ്യന്, ആ ചെറുപ്പക്കാരനെ പെണ്ണിനെ വേണമെന്ന് തോന്നുമ്പോ ഈ ഫോട്ടോ അയച്ചു കൊടുക്കും. ഇതാ ഞാൻ പുറത്തുവിടുകയാണ്, ഞാൻ പറഞ്ഞ പൈസ തരണം, ഞാൻ പറഞ്ഞ പൊന്നു വേണം, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങി വരണം. പെണ്ണിന് യാ അല്ലാഹ് എന്റെ ഫോട്ടോ പുറത്തു വീണാലോ എന്റെ കുടുംബം പോകും, എന്റെ മക്കള് പോകും, എന്നെ ഇനി ഇങ്ങനെ ഞാൻ തല ഉയർത്തി നടക്കും. കൈ ചെയിൻ എടുത്ത് അയച്ചു കൊടുക്കും, കാൽ ചെയിൻ എടുത്ത് അയച്ചു കൊടുക്കും, കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ കൊടുക്കും, കയ്യിലുള്ള പൈസയും കൊടുക്കും. ഇടയ്ക്കിടെ അയാളുടെ ശാരീരിക ആവശ്യത്തിന് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവസാനമായി ഒന്നുമില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു തുണ്ടിൽ ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ ദയനീയമായ രംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം അപകടങ്ങളിലോ കെണിയിലോ പെട്ടുപോയ ആണായാലും പെണ്ണായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോവുക. പോലീസുകാരോട് പറയാം, സാറേ ഞാൻ പെട്ടുപോയിട്ടുണ്ട്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ആളുകൾ, ഇവരൊക്കെയാണ്, നിങ്ങൾ പിടിക്കണം. പോലീസുകാർ മാന്യമായി കൈകാര്യം ചെയ്യും. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യൂല, ജനങ്ങൾക്കിടയിൽ നിങ്ങളെ വഷളാക്കൂല, ജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയോ വഷളാക്കുകയോ ചെയ്യൂല. നേരെ മറിച്ച് ഈ തെമ്മാടിക്കൂട്ടങ്ങളെ പിടിച്ചുള്ളിലിടും. വേണ്ടതുപോലെ കൊടുത്ത് അവരെ തിരിച്ചേക്കും. ഒന്നുകിൽ അവരെ തിരിച്ചേക്കും, അല്ലെങ്കിൽ അവരവരുടെ ജയിലിൽ തന്നെ പൂട്ടിയിടും. ഇനി അവർ തിരിച്ചു വന്നാൽ വീണ്ടും ഒരുപക്ഷെ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസുകാർ അവരുടെ കൈകളിലുള്ള എല്ലാ രഹസ്യമായ ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത്ര സിമ്പിൾ കാര്യമാണ്. ഈ ഒരു സിമ്പിൾ കാര്യത്തെയാണ് വർഷങ്ങളോളം ലക്ഷങ്ങൾ കൊടുത്തിട്ട് തെമ്മാടിക്കൂട്ടങ്ങളെ വളർത്തുക. അവരിങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കും. നിങ്ങൾ കാണാറില്ലേ ചില ആളുകളെ, ഒരു പണിയില്ല, പക്ഷെ അവരിടുന്ന വാച്ചിന് 50,000 രൂപ, അവരുടെ ചെരുപ്പിന് 5,000 രൂപ, അവരിടുന്ന കുപ്പായത്തിന് 3,000-4,000 രൂപ, അവരുടെ കൂളിംഗ് ഗ്ലാസ്സിന് 12,000 രൂപ, അവരുടെ വണ്ടിക്ക് 25 ലക്ഷം 50 ലക്ഷം. ഒരു പണിയില്ല. എവിടുന്നായി പൈസ ഉണ്ടാക്കുന്നത്? എവിടെന്നായി പൈസ ഉണ്ടാക്കുന്നത്? ഇവിടൊക്കെ ചെറുപ്പക്കാരൻ നോക്കണം, ഒരു പണിയില്ലാത്തവരാ വലിയ വലിയ ബ്രാൻഡഡ് ഷർട്ടും പാൻസും കുപ്പായവും ചെരുപ്പിട്ട് നടക്കുന്നത്. എവിടെന്നായി പൈസ? മുടി ഇങ്ങനെ ആഴ്ച ഏൺ ചെയ്യാൻ എവിടെന്നാ പൈസ? മുടി ഇങ്ങനെ ഏൺ ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക, എവിടെന്നാ ഇതിനൊക്കെ ക്യാഷ് കിട്ടുന്നത്? ഒരു പണിയുമില്ലാതെ നാട്ടിൽ തണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇതുപോലെ കുരുപ്പിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന എത്രയോ ചമ്മാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ പ്രിയമുള്ള സമുദായമേ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അത്തരം ആളുകളെ നമ്മൾ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ അവർ അപകടകാരികളാണ്. ഇന്ന് അയാളെ പിടിച്ചാൽ നാളെ നിങ്ങളെ പിടിക്കും. നാളെ നിങ്ങളെ പിടിക്കും, മറ്റന്നാള് വേറൊരാളെ പിടിക്കും. അങ്ങനെ നിരന്തരമായി സമുദായത്തിലെ മാന്യന്മാരായ ആളുകൾക്ക് അഥവാ ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയാൽ പിന്നെ അത്തരം ആളുകൾക്കൊന്ന് സ്റ്റേജിൽ കയറിയിട്ടൊരു വാക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു കേസിൽ പെട്ടുപോയാൽ അവരുണ്ടാവും താഴെ. പള്ളി പ്രസിഡന്റ് ആണെങ്കിലോ ഇങ്ങനെ താഴെ നിന്നിട്ട് 5 ആളുകൾ നോക്കുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ എല്ലാ വാക്കുകളൊക്കെ ഒതുക്കും. അവർ പുറത്തു പറഞ്ഞാലോ, നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ നമുക്കറിയാന്നാ പറയാ, നിങ്ങൾ കുറെ സംസാരിക്കണ്ട, നിങ്ങൾ മിണ്ടിയ ഞങ്ങൾ ഇടപെടും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പക്ഷെ അവരെന്തെങ്കിലും ദൗർഭാഗ്യമായ ആ ദുർബലമായ സമയത്ത് പൊട്ടുപോയതാവാം. അല്ലാഹു മാപ്പ് നൽകുമെങ്കിലും മനുഷ്യന്മാര് മാപ്പ് നൽകാൻ തയ്യാറാവൂല. അല്ലാഹു മാപ്പ് നൽകിയാലും മനുഷ്യർ മാപ്പ് നൽകൂല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. പക്ഷേ ഇത്തരം ചതിപ്രയോഗങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളോട് ഞാൻ പറയാണ്, ക്യാൻസർ എന്ന മഹാരോഗം, ചികിത്സയില്ലാത്ത മാറാ രോഗങ്ങൾ നിങ്ങളെ വേട്ടയാടിപ്പോയാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. കാരണം ഇതുപോലെയുള്ള കുതന്ത്രങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കി തിന്ന് അർമാദിച്ച് ലാവിഷായി അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ അത് നിങ്ങളെ തിരിച്ചു വേട്ടയാടും.
നിങ്ങളത് തിരിച്ച് കാർന്നു തിന്നും, നിങ്ങളത് തിരിഞ്ഞു കുത്തും എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ നഖം കടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഹറാമായത് തിന്നാതെ, ഹറാമായത് സമ്പാദിക്കാതെ എത്രയോ ഓൺലൈൻ ബിസിനസ്സുകാർ, എത്രയോ ചെയിൻ ബിസിനസ്സുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടും സമുദായം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ നമ്മൾ ചെയ്യുക? എത്ര ആളുകളാ കാസർഗോഡ് നിന്ന് മുങ്ങിയത്? കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുമായി നമ്മുടെ കാസർഗോഡ് നിന്ന് മുങ്ങിയവർ എത്ര പേരാണ്? വലിയ വലിയ യുവ വ്യവസായികൾ, യുവ ബിസിനസ്സുകാർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതുമായ പക്ക ഹറാമിന്റെ ഫ്രോഡ് ബിസിനസ്സുകൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് ആളുകളെ മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് കോടീശ്വരന്മാരായി നാട്ടിൽ നടന്നിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോൾ നാടുവിടുന്നവർ. ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട്, സ്വർണങ്ങൾ വിറ്റുകൊടുത്തവരുണ്ട്, കടം വാങ്ങി കൊടുത്തവരുണ്ട്. മാസത്തിലൊരു 10,000 കിട്ടുമെന്ന് പറഞ്ഞാൽ, എന്ന ഒരു മുഅ്മിൻ ഒരു തവണ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിച്ചാൽ രണ്ടാമതൊരു വിശ്വാസിയെ അതേ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കാൻ പാടില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മൂത്രമൊഴിക്കാൻ ഒരു ചുമര് കണ്ടപ്പോ, ഒരു മതില് കണ്ടപ്പോ മൂത്രമൊഴിക്കാൻ നിന്നു. ഒരു മാളം കണ്ടു, മാളത്തിൽ നിന്ന് പാമ്പ് വന്നിട്ട് കടിച്ചു. ഒന്നും ആയില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നാളെ നിങ്ങൾ അതേ മാളത്തിൽ പോയിട്ട് മൂത്രമൊഴിച്ചാൽ നിങ്ങളെ കുറിച്ച് എന്താ പറയണ്ടേ? ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങൾ മുഅ്മിനല്ല എന്ന് അല്ലാഹു പറഞ്ഞത്. ഒരേ മാളത്തിൽ നിന്ന് 2 തവണ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മർറതൈൻ. ഒരേ മാളത്തിൽ നിന്ന് 2 തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ, ബോൾ കളിക്കുന്നതിനിടയിൽ നമ്മുടെ പന്ത് കൊണ്ടുപോയി ഒരു മാളത്തിൽ വീണു, കുട്ടികൾ ചാടിപ്പോയി പന്തെടുത്തു, പാമ്പ് കുത്തി. പാമ്പ് കുത്തുമ്പോ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവന് മനസ്സിലാക്കിക്കൂടെ അത് പാമ്പുണ്ടെന്ന് അവിടെ? അപ്പൊ അടുത്താൾ വന്നിട്ട് അയാളും കൈയിട്ടു, അയാൾക്ക് കുത്തി. അതാണ് ഈമാനില്ല എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഒരേ മാളത്തിൽ നിന്ന് 2 തവണ കടിക്കുന്നൊരവസരം ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ കടിച്ചാൽ അയാൾ മുഅ്മിനല്ല എന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അഥവാ നിരന്തരമായി ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു തവണ പൊട്ടുപോയവർ തന്നെയാണ് രണ്ടാമതും പെടുന്നത്. ഒരു തവണ പെട്ടു, എത്ര കൊടുത്തു? ഞാൻ 25 ലക്ഷം കൊടുത്തു. എത്ര കിട്ടി? 3-4 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഇനി പോലീസിൽ പോയിട്ട് പരാതി പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? രേഖയില്ല, അയാൾ മുങ്ങി. അങ്ങനെ അയാൾ പോയി ഇതൊക്കെ മറന്നു. അങ്ങനെ 2 വർഷം കഴിയുമ്പോൾ പുതിയൊരാൾ ഉടലെടുക്കുകയാണ്. അയാളും പറയുന്നു, നിങ്ങൾ 10,000 തന്നാൽ ഇത്ര തരാം, ലക്ഷം തന്നാൽ ഇത്ര തരാം. അങ്ങനെയുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി ലക്ഷങ്ങൾ കൊടുക്കാൻ. ലക്ഷങ്ങൾ അങ്ങോട്ട് എണ്ണിക്കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം പെട്ടവരാ ഇന്നും കൊടുത്തത്. പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ അവരും മുങ്ങി, വീണ്ടും പോയി ഒരു 10 ലക്ഷം. ഇവരെ കുറിച്ച് മുഅ്മിൻ എന്ന് പറയാൻ കഴിയില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ 2 തവണ ഒരേ ചതിയിൽ പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1ഉം 2ഉം 3ഉം തവണ പെട്ടിട്ട് പഠിക്കാത്തവരെ എന്ത് പേരിട്ടിട്ടാണ് മുഅ്മിനീങ്ങളെ നമ്മൾ വിളിക്കേണ്ടത്? മാന്യമായി ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? മാന്യമായി സമ്പാദിച്ചു ജീവിച്ചുകൂടെ? ഭർത്താക്കന്മാരായാലും ആരായാലും കഠിനാധ്വാനം ചെയ്ത് ചോരനീരുണ്ടാക്കിയ സമ്പാദ്യങ്ങളെ ഈ ഹറാമിലേക്ക് കൊടുത്തിട്ട് വെറുതെ നമ്മുടെ ജീവിതം കളയണോ? നാളെ പാരത്രിക ലോകത്തിലെത്തിയാൽ ഇതെല്ലാം വലിയ വലിയ ശിക്ഷയായി, തീജ്വാലകളായി, നരകത്തിന്റെ ഭയാനകമായ തീക്കൊള്ളികളായി അല്ലാഹു നാളെ നമ്മെ വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ ആരും മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ആലോചിക്കാതെ ഒരു നയാ പൈസ പോലും നമ്മൾ തൊടാൻ പാടില്ല. നമ്മുടെ കയ്യിലേക്ക് ഉറൂസിന്റെ കമ്മിറ്റി ചെയർമാൻ എന്ന് വിചാരിക്കുക. അപ്പൊ ചെറുപ്പക്കാരിങ്ങനെ വന്നിട്ട് എന്റെ വക ഒരു 1000 രൂപ മക്കാമിലേക്ക് ഇടണം. ആയിക്കോട്ടെ, അയാൾ പോക്കറ്റിലിട്ടു. വേറെ ആൾ വന്നിട്ട് എന്റെ വക 500 രൂപ പോക്കറ്റിലിട്ടു. അങ്ങനെ തന്നാളൊക്കെ പോക്കറ്റിലിട്ടു. അയാളുടെ പൈസ പോക്കറ്റിലുണ്ട്. ഇയാൾക്ക് തന്നത് എത്രയെന്നറിയില്ല, അയാളുടെ പൈസ എത്രയെന്നറിയില്ല. എന്താ അയാൾ ചെയ്യേണ്ടത്? അയാളുടെ പോക്കറ്റിലുള്ളത് മുഴുവൻ എടുത്തിട്ട് അവിടെ ഇടണം. അല്ലെങ്കിൽ അയാൾ ഒരു നയാ പൈസ, 1 രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അപകടമാണ്. 1 രൂപ വന്നാൽ അപകടമാണ്.
അങ്ങോട്ട് എത്ര പോയാലും കുഴപ്പമില്ല. അതിനാണ് ആരെങ്കിലും ഒരാൾ പള്ളിക്ക് ഒരു ക്യാഷ് തന്നാൽ ഉടനെ തന്നെ 1000 ആണെങ്കിൽ അതിന്റെ റെസീറ്റ് മുറിക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. ഇനി നിന്റെ പോക്കറ്റിലിട്ടാ കുഴപ്പമില്ല, വേറൊരാൾ 5000 തന്നു, റെസീറ്റ് മുറിച്ചു, 5000ന്റെ റെസീറ്റ് അയാൾ കൊടുത്തു, നിന്റെ പോക്കറ്റിലിട്ടു പൈസ. അങ്ങനെ പൈസ നിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ കലങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി അവസാനം റെസീറ്റ് മറിച്ചു നോക്കുമ്പോ ഇന്നാലിന്നൊരാൾ 1000 തന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലാണല്ലോ തന്നത്, ഞാൻ തരാം, കൊടുത്തു. 5000 തന്നിട്ടുണ്ടല്ലോ, രേഖയുണ്ട് ഇവിടെ. ഒരു നയാ പൈസ പോലും നമ്മളിലേക്ക്, പള്ളിയുടേതോ മറ്റുള്ള പൊതുമുതൽ നമ്മുടെ സമ്പത്തിലേക്ക് ചേരൂല ഉടനെ തന്നെ റെസീറ്റ് മുറിച്ചു കൊടുത്താൽ. ഇല്ലെങ്കിൽ റെസീറ്റ് മുറിച്ചു കൊടുക്കാത്ത പണിയാണെങ്കിൽ സ്വാഭാവികമായി പെടും. അത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉദാഹരണം, ഞാൻ ആന്ധ്രാപ്രദേശിലൊരു മദ്രസ നിർമ്മിച്ചു കൊടുത്തു. ഇപ്പൊ എടുത്തിട്ട് ഞാനില്ലേ, എൻ്റെ പൈസ ഒന്നുമില്ല. ആന്ധ്രാപ്രദേശിലെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു നാട്ടിൽ പോയിട്ട് ഒരു മദ്രസ നിർമ്മിച്ചു. 12 ലക്ഷം രൂപയുടെ ഒരു മദ്രസയാണ്. പല ആളുകൾ ഗൾഫിൽ നിന്ന്, നാട്ടിൽ നിന്നൊക്കെ പല ആളുകൾ ക്യാഷ് തന്നു, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അക്കൗണ്ടിലുള്ളതും അതും കൂടിക്കലരാതിരിക്കാൻ ഒരാൾ എനിക്കിത് 10000 നിങ്ങളുടെ അക്കൗണ്ടിലിട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ റെസീറ്റ് എഴുതി വെക്കണം ഞാൻ. ഇല്ലെങ്കിലോ ഞാൻ എങ്ങാനും മറന്നുപോയി ഏതെങ്കിലും ഒരാളുടെ രേഖ എനിക്ക് തന്നത് വിട്ടുപോയാൽ അള്ളാഹിന്റെ കോടതിയിൽ എനിക്ക് സമാധാനം പറയാൻ കഴിയോ? മറ്റൊരാളുടെ ഒരു രൂപ എൻ്റെ സമ്പത്തിലേക്ക് വന്നാൽ ഞാൻ പെട്ടുപോയില്ലേ? അതുകൊണ്ട് സാമ്പത്തികമായി സൂക്ഷ്മത കാണിക്കാതെ അല്ലാഹു തആല ഒരാളുടെ പ്രാർത്ഥനയും സ്വീകരിക്കൂല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ, അല്ലാഹുവേ, എനിക്കത് തരണേ, ഇത് തരണേ എന്ന് ദുആ ചെയ്താൽ അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് ഞാൻ അയാൾക്ക് ഉത്തരം നൽകേണ്ടത്? വതഅമുഹു ഹറാം, അയാൾ തിന്നത് ഹറാമാണ്. മശ്റബുഹു ഹറാം, അയാൾ കുടിച്ചത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട, ഹറാം കൊണ്ട് പൊതിയപ്പെട്ട ഒരാൾ അല്ലാഹുവിനോട് എത്ര ദുആ ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല അവരുടെ ദുആ സ്വീകരിക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. ഞാൻ അവസാനമായ ഒരു ഹദീസും കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. മഹാനായ ഫുളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് തങ്ങൾ പഠിപ്പിച്ചു തന്ന റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയുണ്ടായി, ഫി ഹജ്ജത്തിൽ വദാ, അവസാനത്തെ നബി തങ്ങളുടെ ഹജ്ജിൽ വെച്ചിട്ട്, വിട പറയുന്ന ഹജ്ജിൽ വെച്ചിട്ട് വിട വാങ്ങുന്ന പ്രഭാഷണം അല്ലാഹുവിന്റെ ഹബീബ് നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് അനുയായികളാണ് ആ ഹജ്ജിന് വേണ്ടി കടന്നു വന്നത്. അവരെ സാക്ഷി നിർത്തിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അലാ ഉഖ്ബിറുകും ബിൽ മുഅ്മിൻ, മുഅ്മിൻ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ആരാ ഈ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? ആരാണ് മുഅ്മിൻ? മുഅ്മിനിന്റെ ഡെഫിനിഷൻ എന്താ? അലാ ഉഖ്ബിറുകും ബിൽ മുഅ്മിൻ, ഒരു വിശ്വാസി ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ അമിനഹുന്നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം, മറ്റൊരാളുടെ തനിക്കവകാശപ്പെടാത്ത, തന്റെ ജ്യേഷ്ഠന്റേതായാലും മനുഷ്യന്റേതായാലും പിതാവിന്റേതായാലും അയൽവാസിയുടേതായാലും കൂടെയുള്ള പാർട്ട്ണറുടേതായാലും തനിക്കവകാശമില്ലാത്ത ഒരു നയാ പൈസ പോലും തിന്നാത്തവനാണ് മുഅ്മിനെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ തിന്നാലോ അയാൾ മുഅ്മിനല്ല. മറ്റൊരാളുടെ സമ്പാദ്യം തിന്നാൽ അയാൾ മുഅ്മിനല്ല. കമ്മീഷൻ വാങ്ങുന്നവർ മുഅ്മിനല്ല. എങ്ങനെ കമ്മീഷൻ? പള്ളിക്ക് വേണ്ടി നമ്മൾ പിരിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോവുകയാണ്, പള്ളിക്ക് വേണ്ടിയിട്ട്. പള്ളിയിൽ നിന്ന് 10ഉം 20ഉം 30ഉം ലക്ഷവും പിരിച്ചു വന്നിട്ട് ഇവിടെ വന്നു നോക്കുമ്പോൾ പിരിച്ചതിന്റെ 40%, 30%, 10%, 20% ഒക്കെ പിരിക്കാൻ വേണ്ടി പോകുന്നവർ അവർക്ക് നൽകുകയാണെങ്കിൽ ആ തിന്നുന്നത് ഹറാമാണെന്ന് മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതെങ്ങനെയാണ് നമ്മൾക്ക് ഹലാലാവുന്നത്? ആളുകൾ തന്നത് പള്ളിക്കാണ്. പള്ളി നിർമ്മിക്കാൻ ആളുകൾ തന്നതിന്റെ 30% നിന്റെ വയറ് വീർപ്പിക്കാൻ ഉപയോഗിക്കാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? ഇല്ലേ? വീട്ടിലേക്കൊക്കെ പല റിസീവർമാരും വരും, സ്ഥാപനങ്ങളുടെ റിസീവർമാർ, പള്ളിയുടെ മദ്രസയുടെ പിരിവിന് വേണ്ടിയിട്ട് പല ആളുകൾ വരും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷേ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടാന്തരം കയറി പള്ളിയും സ്ഥാപനത്തിന്റെയും പേര് പറഞ്ഞിട്ട്
1000 2000 കിട്ടി ഒരു ദിവസം. 30 ദിവസം നടന്നപ്പോൾ 60,000 അല്ലെങ്കിൽ 1,00,000 രൂപ അയാൾ കിട്ടി. പിന്നെ പള്ളിയുടെ സംഘാടകർ അവരോട് പറയാണ്, ഇതിന്റെ 30% നിനക്കാൻ. എത്ര? 1,00,000 കിട്ടിയ 30,000 രൂപ അയാൾക്കാണ്. നാട്ടുകാർ അയാൾക്കാണോ 30,000 കൊടുത്തത്? പള്ളി നിർമ്മിക്കാനല്ലേ, മദ്രസയ്ക്കല്ലേ? പിന്നെ എങ്ങനെ അയാൾക്ക് അവകാശപ്പെടും? കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൊടുക്കാം, നീ ജോലി ചെയ്തതിന്റെ ശമ്പളം കൊടുക്കാം എന്നല്ലാതെ പള്ളിക്ക് വേണ്ടി കൊടുത്തതിന്റെ 30% കൊടുക്കലും വാങ്ങലും ഹറാമാണ്. ഒരു മനുഷ്യന്റെ വയറ് വീർപ്പിക്കാനാണോ പള്ളിക്ക് വേണ്ടി നൽകിയ സമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തൊരു മോശമാണത്! റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ഒരു സഹാബിയെ പറഞ്ഞയച്ചു. സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ഒരു സഹാബിയെ പറഞ്ഞയച്ചു. സഹാബി തിരിച്ചു വന്നപ്പോൾ സഹാബിയുടെ കയ്യിൽ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. അപ്പൊ സക്കാത്തിന്റെ മുതലൊക്കെ കൊണ്ടുപോയിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. അപ്പൊ അതോ, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് നബിയെ എന്ന് പറഞ്ഞു. ഗിഫ്റ്റ് കിട്ടിയതാണ്, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമ്മൾ ഗൾഫിൽ പോവാണ് ഒരു സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടിയിട്ട്. സ്ഥാപനത്തിന് എല്ലാവരും ലക്ഷങ്ങളൊക്കെ തന്നു, ഒരു 19 ലക്ഷം രൂപയായി. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരാൾ അവിടുന്ന് വന്ന ഒരു മൊബൈൽ പിടിച്ചോ, ഒരു ഗിഫ്റ്റ്, ഒരു മൊബൈൽ തന്നു, ഒരു ടാബ് തന്നു. അങ്ങനെ തന്ന് ഞാൻ ഈ ടാബും മൊബൈലും പൈസയൊക്കെ ആയിട്ട് വന്നിട്ട് സ്ഥാപനത്തിൽ, പ്രശ്നമില്ല, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ്, കാരണം എനിക്ക് ഗിഫ്റ്റ് സ്ഥാപനത്തിൽ തന്നല്ല, പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, ശരിയാണ്, പറയുന്നത് ന്യായമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി, ആ ഗിഫ്റ്റുമായി നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബിയെ, ഇതെനിക്ക് തന്നതാണ്, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് നബിയെ. അപ്പൊ നബി തങ്ങള് മിമ്പറിൽ കയറിയിട്ട് ഒരു പ്രഭാഷണം നടത്തി. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ എന്ന് നബി തങ്ങൾ ചോദിച്ചു. ചില ആളുകൾ പറയുകയാണ്, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന്, ഇതെനിക്ക് സമ്മാനമായി തന്നതാണെന്ന്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നിരുന്നുവെങ്കിൽ നിങ്ങളെ സകാത്ത് പിരിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞയച്ചത് കാരണത്താലല്ലേ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിരുന്നുവെങ്കിൽ ഇത്തരം ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്. അതുപോലും അപകടമാണ്, അതുപോലും അപകടമാണ്. പിന്നെയല്ലേ സമ്പാദ്യത്തിന്റെ 30%, 20%, 10% ഒക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി പോയ ആളുകൾക്ക് നൽകുന്നത് അപകടമാണ്. മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹു തആല ഒരു ദുആയോ ഒരു പ്രാർത്ഥനയോ സ്വീകരിക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു നയാ പൈസ പോലും തിന്നാത്തവനാണ്. അതേപോലെ മറ്റൊരാളെ ശാരീരികമായി വേദനിപ്പിക്കാത്തവൻ. ജീവിതത്തിൽ മറ്റൊരാളുടെ സമ്പാദ്യം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് എ മുഅ്മിൻ, ഒരു മുഅ്മിനല്ല. അന്യായമായി ഒരാളെ ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് എ മുഅ്മിൻ, നീ മുഅ്മിനല്ല. പിന്നെ പറഞ്ഞു, വൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ജീവിതത്തിൽ മറ്റൊരാളെ നാവ് കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമല്ല. അങ്ങനെങ്കിൽ ഞാൻ മുസ്ലിമാണോ, നിങ്ങൾ മുസ്ലിമാണോ? ഇന്നേ വരെ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള എത്ര ആളുണ്ട്? പിന്നെ നമ്മളൊക്കെ എന്ത് മുസ്ലിമാണോ നിങ്ങളെ? മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലല്ല, കുറെ ഖുർആൻ ഓതലല്ല, കുറെ തഹജ്ജുദ് നിസ്കരിക്കലല്ല. പിന്നെ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? നാവിനെ സൂക്ഷിക്കുന്നവനാണ്, മറ്റൊരാളെ നാവ് കൊണ്ട് വേദനിപ്പിക്കാത്തവൻ, കൈകൾ കൊണ്ട് വേദനിപ്പിക്കാത്തവൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ സദസ്സിൽ ഒരു മുസ്ലിമിനെ പോലും കാണിച്ചു തരാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേരുണ്ട് ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ കൈപ്പൊക്കും. സ്വാഭാവികമായി വേദനയൊക്കെ വരെ കുറച്ചെങ്കിലും ദീനി ബോധമുള്ള ആളാണ്. നമ്മൾ വേദന വരുമ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോവാണ്, കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരാണ്. ഇതന്നെ പരിപാടി. വേദ തീരുന്നവർ അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരാ, അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരാ. എന്തിനാ ഇവരൊക്കെ വരുന്നത്? എന്തിനാ? പള്ളിക്ക് ചിലപ്പോൾ മക്കാമിൽ 10 രൂപ കിട്ടും, അത് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണ്ട. ഒരു 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന അനാചാരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ വായ നോക്കാനും നമ്പർ കൊടുക്കാനും പഞ്ചാരടിക്കാനും വേണ്ടിയിട്ട് മക്കാമിലേക്ക് വരണ്ട. അത് വേറെ സ്ഥലം നോക്കി പോയിക്കോളി, അതെവിടെയെങ്കിലും ബീച്ചിലേക്ക് പോയിക്കോളി. മക്കാമിൻ്റെ അടുത്തേക്ക് വരണ്ട, ആരും പള്ളിയുടെ അടുത്തേക്ക് വരണ്ട, ഉറൂസിന് വരണ്ട.
അത് ബീച്ചിൽ പോയിക്കൂടെ, അവിടെ ബീച്ച് ഉണ്ടാവും, ബേക്കലുണ്ടാവും ബീച്ച്, ഇവിടെ നെല്ലിക്കുന്ന് ബീച്ചുണ്ട്, അതേപോലെ ചന്ദ്രഗിരി വേറെ ഇവിടെ ചെമ്പരിക്ക ബീച്ചുണ്ട്, അങ്ങനെ പല ബീച്ചുണ്ട്, അവിടെ പോയിക്കോളി. പള്ളിക്കും മക്കാമിലേക്കും പള്ളിയുടെ പരിസരത്തേക്കും വാലിന്റെ സദസ്സിലേക്കും വായ നോക്കാനും നമ്പർ കൊടുക്കാനും പഞ്ചാര അടിക്കാനും ഒരാളും വരണ്ട. അപകടമാണത്. പൊരുത്തക്കേടും കുരുത്തക്കേടും കിട്ടുമെന്ന് ഞാൻ ഉണർത്തുകയാണ് എല്ലാ ആളുകളോടും. വാലിനെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് വാല് കഴിയുന്നത് വരെ തലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഇറങ്ങി നടക്കുക, കണ്ടവരോടൊക്കെ ചിരിക്കുക. വികാരങ്ങൾ ഇങ്ങനെ വ്യാപിക്കുമ്പോ നമ്മളൊരു നന്മ ഉദ്ദേശിച്ച് നടത്തുന്ന പരിപാടികളിൽ പോലും അനാചാരം. ഇത് പള്ളിയാണ്, ഇത് ഖബറാളികളാണ്. ഇവരൊക്കെ നമ്മെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കളികൾ കണ്ടിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് ഖബറുകൾ നമ്മോട് നിരന്തരമായി പറയുന്നുണ്ട്. ഇന്ന് നീ എന്റെ മുകളിലൂടെ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ പേടിയില്ലാതെ, കണ്ണ് നിയന്ത്രിക്കാതെ, ചെവി നിയന്ത്രിക്കാതെ നിന്റെ സൗന്ദര്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രദർശിപ്പിച്ച് നീ ഇവിടെ ഉലാത്തി നടക്കുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ കിട്ടട്ടെ എന്ന് ഖബറാളികൾ ഇവിടെ നടക്കുന്ന ആളുകളോട് നിരന്തരമായി പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് വളരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മളെ കുറിച്ചാ പറഞ്ഞത്. അതുകൊണ്ട് എവിടെ ഉറുസായാലും എന്തു വാദായാലും തോന്നിവാസത്തിന് വേണ്ടി ദയവ് ചെയ്ത് ആരും വീട്ടിൽ നിന്നിറങ്ങി വരരുത്. നിങ്ങളുടെ കൂടെ മക്കൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പെൺമക്കളോ ആൺമക്കളോ വന്നിട്ടുണ്ടോ? അവരിൽ എത്ര പേര് വാദ കേൾക്കാൻ ഇരിക്കുന്നുണ്ട് ഇവിടെ? നിങ്ങൾ പറ. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വാദ കേൾക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ആൺകുട്ടികൾ എത്ര പേര് സദസ്സിലുണ്ട്? വളണ്ടിയർമാരായി ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ. ഒരുപക്ഷെ തിരക്കുണ്ടാകുമ്പോൾ വളണ്ടിയർമാരുടെ ആവശ്യമുണ്ട്, എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല. ഞാൻ ചില സദസ്സുകളിൽ വളണ്ടിയർമാർ വിസിലും പിടിച്ച് നടക്കുന്നത് കണ്ടാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾ തൽക്കാലം വിസിൽ മാറ്റി വെച്ച് സദസ്സിലിരിക്കുക, ഇന്ന് തൽക്കാലം വിസിലിന്റെ ആവശ്യമില്ല എന്നാ. ആവശ്യം ഉണ്ടാകുമ്പോൾ വളണ്ടിയർമാർ വേണം, എപ്പോഴും വളണ്ടിയർമാർ ആവശ്യമൊന്നുമില്ല. തിരക്കുണ്ടാകുമ്പോൾ നിയന്ത്രിക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കണം, ആവശ്യങ്ങൾ ഓടിച്ചാടി നടക്കണം. ഇന്നൊക്കെ ഉറൂസായതുകൊണ്ടും അവസാന നാളുകളിലേക്ക് അടുത്തു വരുമ്പോഴും ആവശ്യമാണ് ട്രാഫിക് നിയന്ത്രിക്കാൻ. പക്ഷേ ചില പരിപാടികളിൽ, ചില സ്ഥലങ്ങളിൽ ഒരാവശ്യം ഉണ്ടാവില്ല. 1,000 യൂണിഫോം ഇട്ട വളണ്ടിയർമാരെ കാണും, എന്ന ഒരു കുഞ്ഞുമോൻ വാത് കേൾക്കൂല. ഈ വളണ്ടിയർ കാർഡൊക്കെ വയസ്സന്മാർക്ക് കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. വളണ്ടിയർ കാർഡ് വയസ്സന്മാർക്ക് കൊടുക്കണം, എന്നിട്ട് ചെറുപ്പക്കാരെ പിടിച്ച് വാതിനിരുത്തണം. 10-15 ദിവസം വാത് നടന്നിട്ട് ഒരു വാത് പോലും ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ കേട്ടിട്ടുണ്ടാവോ? 15 ദിവസം ഇവിടെ വാത് നടക്കും, ഒരു വാതെങ്കിലും നാട്ടിലുള്ള ചെറുപ്പക്കാരൻ കേട്ടിട്ടുണ്ടാവും. പിന്നെങ്ങനെ അവർ നന്നാവും? പിന്നെങ്ങനെ അവർ മാറും? അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ വേഷം, അവരുടെ കോലം, അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, ഒരു വാതെങ്കിലും കേൾക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുക. അവരൊന്നിരുന്നോട്ടെ. കുറച്ച് വയസ്സന്മാർ നിങ്ങളങ്ങനെ പോയിട്ട് ഇങ്ങനെ വളണ്ടിയർ കാർഡൊക്കെ ഇട്ടിട്ട് നിയന്ത്രിക്കുക. നിങ്ങൾ ഇനി വാത് കേട്ടാലും കേട്ടില്ലെങ്കിലും ഒന്നാവാൻ പോകുന്നില്ല, എനിക്കറിയാം. നിങ്ങളിപ്പോൾ വാത് കേട്ടിട്ട് നന്നാവാനും പോകുന്നില്ല, വാത് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മോശാവാനും പോകുന്നില്ല. നിങ്ങളോട് വാത് പറഞ്ഞതിന്റെ ആവശ്യമില്ല. വാത് കേൾക്കേണ്ടവർ റോഡ് സൈഡിലാണ്. വാത് കേൾക്കേണ്ടവർ ഇതൊന്നും കേൾക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറച്ച് വയസ്സന്മാരായ ആണുങ്ങളുണ്ടാകും, കുറച്ച് വയസ്സത്യമാരായ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ദസ്ബീൻ ചൊല്ലി വാത് വെക്കുന്നുണ്ട്. എന്തിനാ ഇവർ വാത് വെക്കുന്നത്? ഇവർക്ക് എന്തിനാ വാത്? മാറ്റണ്ടേ? സംസ്കാരം മാറണ്ടേ? സംസ്കാരം മാറണ്ടേ? ഇങ്ങനെയാണോ വാത് കേൾക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നിങ്ങളുടെ മക്കൾ വാത് തീരുന്നത് വരെ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. ആണുങ്ങളുടെ ബാധ്യത ഉപ്പമാർക്കാണെങ്കിൽ പെൺകുട്ടികളുടെ ബാധ്യത ഉമ്മമാർക്കാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ? വാത് കഴിയുന്നത് വരെ എവിടെ പോയി, എവിടെയാണ്? തൊട്ടപ്പുറത്തെ കസേരയിലിരുത്തി 15 ദിവസത്തെ വാത് കേൾപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ഒരു 15 ദിവസത്തിൽ ഒരു വാത് മതി ഒരാളുടെ ജീവിതം മാറാൻ. തൃശ്ശൂരില് ഞാൻ 3 വർഷം മുമ്പ് ഒരു വാതിന് പോയി. അതേ സ്ഥലത്തേക്ക് ഞാൻ ഒരാഴ്ച മുമ്പ് വാത് പോയി. അപ്പൊ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, 3 വർഷം മുമ്പ് വാത് പോയ ആ സ്ഥലത്ത് അരയിൽ കള്ളിന്റെ കുപ്പിയും വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അരയിൽ കള്ളിന്റെ കുപ്പിയും വെച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ കള്ളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അന്നത്തെ വാതിന് ശേഷം അയാൾ കള്ളിന്റെ കുപ്പി വലിച്ചെറിഞ്ഞ് കള്ളും നിർത്തി നല്ല ഒരു മനുഷ്യനായി ജീവിച്ചു. ഒരാഴ്ച മുമ്പ് വാതിന് പോയപ്പോൾ പറയാണ്, ഈ അടുത്ത് 2 മാസം മുമ്പ് അയാൾ വീണ്ടും
വീണ്ടും പഴയ ആ തമ്മാടിത്തരത്തിലേക്ക് തന്നെ പോയി. പഴയ തിന്മയിലേക്ക്. ഒരു വാദ മതി ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കാൻ. അത് നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കണം. ഇതിൽ നിന്ന് അകലും തോറും നമ്മുടെ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഇടയ്ക്കിടെ വാദ കേൾക്കുമ്പോൾ വണ്ടി സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. നിങ്ങളൊക്കെ വണ്ടി സർവീസ് ചെയ്യുന്ന ആളാണ്. ഒരു 90,000 ഒരു 1,00,000 10,000 കിലോമീറ്റർ ഓടിയാൽ ഒരു ടൊയോട്ട ഷോറൂമിൽ പോയി വണ്ടി സർവീസ് ചെയ്ത് വണ്ടി ഇങ്ങനെ റോഡിലേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത്നെസ് ഉണ്ടാവും. പുതിയ വണ്ടി ഓടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ ഓരോ വാദ് കഴിയുമ്പോഴും നമ്മുടെ ഹൃദയങ്ങളെ സർവീസ് ചെയ്യലാണത്. ഓരോ വാദ് നമ്മൾ നിരന്തരമായി വാദ് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കുകളും മാലിന്യങ്ങളും കുറഞ്ഞു വരും. ഇനി വാദ് പറയുന്നവരെങ്ങനെയുള്ള ആളായിക്കോട്ടെ, വാദ് പറയുന്നവരെങ്ങനെയുണ്ട് നോക്കണ്ട. വാദ് നിങ്ങൾ കേട്ടാൽ അത് ആര് പറഞ്ഞാലും എങ്ങനെയുള്ളവർ പറഞ്ഞാലും ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ കളയാൻ വാദുകൾ ഉപകരിക്കും. فذكر إن نفعت الذكرى فذكر فإن الذكرى تنفع المؤمنين. വാദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. വാദുകൾ ജനങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് കുരുത്തക്കേട് സമ്പാദിക്കാൻ ഒരാളും ഇവിടേക്ക് വരേണ്ടതില്ല. അടിച്ചു പൊളിക്കാൻ ആരും വരേണ്ട. എൻജോയ്മെന്റിന് വേണ്ടി ആരും ഇവിടെ വരേണ്ട. അതൊക്കെ പോകേണ്ട സ്ഥലം വേറെയാണ്. അങ്ങനെ പോയിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ കാസർഗോഡ് ടൗണിനടുത്തൊരു മ്യൂസിക് എക്സിബിഷൻ വന്നത്? ഒരു മ്യൂസിക് എക്സിബിഷൻ വന്നത് എപ്പോഴാണത് വന്നത്? ഈ രാജ്യത്ത് NRC നടപ്പിലാക്കി 30 കോടി മുസൽമാന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തില് 30 കോടി മുസൽമാൻ ഇന്ത്യ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ എന്ന ഭയപ്പാടിൽ എല്ലാവരും ഭയവിഹ്വലരായി നിരന്തരമായി സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് നിരന്തരമായി ആണുങ്ങളെല്ലാവരും കൂട്ടം കൂട്ടമായി ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികളെ, മാപ്പിളച്ചു പെൺകുട്ടികളെ പർദ്ദ വിരിച്ചിട്ട് എക്സിബിഷൻ ഹാളിൽ പോയിട്ട് നിരന്തരമായി നൃത്തം ചവിട്ടിയത്. ഇത് നൃത്തം ചവിട്ടിയ പെൺകുട്ടികൾ ഈ സദസ്സിൽ ഉണ്ടാവും. എനിക്കറിയാമുണ്ടാകുമെന്ന്. നിങ്ങളുടെ തൊലിക്കെട്ടിയാണ് ഖണ്ഡാമൃഗത്തിന്റെ തൊലിക്കെട്ടി എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് എക്സിബിഷൻ ഹാളിൽ പോയിട്ട് പർദ്ദ ധരിച്ചിട്ട് നൃത്തം വെക്കാൻ നീ കാണിച്ച ധൈര്യമുണ്ടല്ലോ പെണ്ണെ, അതിനെയാണ് ഖണ്ഡാമൃഗത്തിന്റെ തൊലിക്കെട്ടി എന്ന് പറയുന്നത്. ഉടുപ്പില്ലാതെ, മാനമില്ലാതെ, നാണമില്ലാതെ സമുദായത്തെ പറയിപ്പിക്കുന്ന വിഭാഗമായി മാറരുത്. മ്യൂസിക്കുകളും ഡാൻസുകളും നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളൊക്കെ അവസാന കാലഘട്ടത്തിന്റെ അപകട സൂചനയാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വെറുത്താലും ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഇതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പറയാനല്ല എന്നെ പോലെയുള്ള ആളുകൾ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയാനല്ല വരുന്നത്. ഇവിടെ വാദ് പറയുന്നത് ദീനിന്റെ ആശയങ്ങളാണ് പങ്കുവെക്കുന്നത്. അതല്ലാതെ ഓരോ ആളുകളെ തൃപ്തിപ്പെടുത്തി പോകേണ്ട അവസ്ഥ നമ്മൾക്കാർക്കുമില്ല ഇവിടെ. അതുകൊണ്ട് പറയേണ്ടത് പറയൂ. താല്പര്യമുണ്ടോ? ഒരു മുസ്ലിമാണോ ഇതൊക്കെ കേൾക്കുക? മുസ്ലിമല്ലേ? തട്ടമിട്ട പെണ്ണാണോ എന്നതല്ല ഇസ്ലാമിന്റെ മാനദണ്ഡം. മതം വിട്ട പെണ്ണാണോ? അവള് കളിച്ചോട്ടെ, അവള് മതം വിട്ട പെണ്ണല്ലേ. അവളുടെ പേര് എന്തോ ആയിക്കോട്ടെ, നമുക്കെന്താ? മതം വിട്ട പെണ്ണാണെങ്കിൽ അവള് കളിച്ചോട്ടെ. പക്ഷെ മതം വിടാത്ത പെണ്ണാണെങ്കിൽ നീ കേൾക്കണം, നിന്റെ കടമയാണത്. നീ മതം വിടാത്ത പെണ്ണാണെങ്കിൽ, മതമുള്ള പെണ്ണാണെങ്കിൽ, തട്ടമിട്ട പെണ്ണാണെങ്കിൽ, മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ നീ ഇതനുസരിക്കണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നിനക്ക് ഇസ്ലാം വേണ്ടേ? നീ പോയിക്കോ. എന്താ കുഴപ്പം? ഇവിടെ ലവ് ജിഹാദ് മുസ്ലിമീങ്ങൾ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രീണിപ്പിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, എന്നിട്ട് മതം മാറ്റുന്നുണ്ട് എന്ന് പറയുന്ന ക്രൈസ്തവ സഭയോട് ചോദിക്കാൻ, മുസ്ലിം പെൺകുട്ടികളെ അടിച്ചു മാറ്റിയതുപോലെ മറ്റേതെങ്കിലും മതത്തിലുള്ള പെൺകുട്ടികളെ അടിച്ചു മാറ്റിയ ഒരു രേഖ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും, കേരളത്തിന്റെ മുഖമൂലകളിൽ നിന്ന് മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോയതുപോലെ മറ്റുള്ള ഏതെങ്കിലും മതങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് തെളിയിച്ചാൽ ഈ പരിപാടി നമ്മൾ നിർത്തിവെക്കാം. മുസ്ലിം പെൺകുട്ടികളെ ചാടിച്ചുകൊണ്ടുപോവാണ്, മതം മാറ്റാണ്. പരസ്യമായി അമ്പലങ്ങളിൽ കൊണ്ടുപോയി പരസ്യമായി മതം മാറ്റി, എന്നിട്ട് അവർ പൂമാലയിട്ട് വീട്ടിലുള്ള അമ്മമാർ സ്വീകരിക്കാൻ.
അമ്മമാരെ സ്വീകരിക്കാൻ മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയ പരസ്യമായി അമ്മമാരവിടെ പൂമാലയിട്ട് സ്വീകരിക്കാൻ. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മകൻ ഏതെങ്കിലും മറ്റുള്ളവർ മതത്തിലെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പൂമാലയിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവോ? ഇറക്കി വിടൂലേ? നിങ്ങൾ ഇറക്കി വിടൂലേ? ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ പൂമാലയിട്ടിട്ട്? പിന്നെ എന്താ ഈ പറയുന്നത്? അബദ്ധ ജടിലമായ അർത്ഥമില്ലാത്ത ആശയങ്ങൾ, അർത്ഥമില്ലാത്ത വാക്കുകൾ പറയരുത്. വാക്കുകൾ സൂക്ഷിക്കണം, വന്നുപോയാൽ പിന്നെ അപകടമാണ്. നമ്മൾക്കിടയിലുള്ള ഐക്യം തകർക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ നിർത്താൻ അവസാനമായി, വൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, കൈകളിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ള ആളുകൾ രക്ഷപ്പെടണം. എൻ്റെ നാവിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ഞാൻ നിങ്ങളെ ശാരീരികമായി വേദനിപ്പിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ പാടില്ല. എങ്കിലേ ഞാനൊരു മുസ്ലിം ആവുള്ളൂ. അല്ലാഹു നമ്മൾക്ക് ഈമാനും ഇസ്ലാമും നൽകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم يا مقلب القلوب ثبت قلبي على دينك. ഇങ്ങനൊരു ദുആ നിരന്തരമായി പ്രാർത്ഥിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ചാഞ്ചാട്ടമുള്ള ഹൃദയമാണ്. നന്മയിലേക്കും തിന്മയിലേക്കും മാറി മാറി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയമാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. അതുകൊണ്ട് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവേ, തിന്മയിലേക്ക് ചാഞ്ചാടാതെ നന്മയിൽ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താനുള്ള ഈമാൻ എനിക്ക് നൽകണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഒരു വാല് കേട്ട് തിരിച്ചു പോകുമ്പോൾ നന്നാവണമെന്ന് തോന്നുന്ന നമ്മൾക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരും. ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരും. ഒരു വാല് കഴിഞ്ഞിട്ട് തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും നിർത്തിവെച്ച ഒരാൾ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും തമ്മാടിയായി മാറാ. വാല് കേട്ട് പാട്ട് നിർത്തിയവർ, വാല് കേട്ട് മ്യൂസിക് നിർത്തിയ ആളുകളെ എനിക്കറിയാം. അവരൊരു വർഷം കഴിയുമ്പോഴേക്കും അതേപോലെ മ്യൂസിക്കുകളിലേക്ക് തിരിച്ചുപോയവർ, പാട്ടിലേക്ക് തിരിച്ചുപോയവർ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കൈകളിലാണ്. അത് തിന്മയിലേക്ക് ചാഞ്ചാടാതെ, തിന്മയിലേക്ക് ചായാതെ നന്മയിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി 5 നേരത്തെ നിസ്കാര ശേഷം ദുആ ചെയ്യുക. اللهم يا مقلب القلوب ثبت قلبي على دينك. اللهم يا مقلب القلوب ثبت قلبي على دينك. الله നമ്മുടെ ഹൃദയത്തെ ദീനിൽ വർക്കണേ, ദീനിൽ അല്ലാഹു ഉറച്ചു നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വാക്കുകളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ വെളിച്ചമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയമാക്കണേ അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ തെറ്റുകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. കണ്ണുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ, ചെവികൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ നാവുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ചെയ്ത ഹറാമുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ കൈകാലുകൾ കൊണ്ട് ചെയ്ത ഹറാമുകൾ, അല്ലാഹുവേ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചെയ്തു പോയതൊക്കെ തെറ്റാണെന്നുള്ള കുറ്റബോധത്തോടുകൂടി ഈ മഹാന്മാരുടെ ഹദ്റത്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾ
ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള ആക്സിഡന്റ് പോലെയുള്ള അപകടങ്ങളിൽ നിന്ന്, കച്ചവടങ്ങളിലെ നഷ്ടങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ നിഅമത്തും ഞങ്ങളുടെ ആഫിയത്തും മരണം വരെ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പ്രായമെത്തിയവർക്ക് നീ കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ലേ റബ്ബേ. ഗർഭിണികളായ ആളുകൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളായ ആളുകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ആഫിയത്തും ആരോഗ്യവുമുള്ള സാലിഹീങ്ങളായ മാതാപിതാക്കൾക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന മക്കളെ നൽകണേ അല്ലാഹ്. പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ അല്ലാഹുവേ അവർക്ക് ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്. പഠിക്കാനുള്ള താല്പര്യവും ഉന്മേഷവും നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നതമായ വിജയം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ നാടിന് നേതൃത്വം നൽകുന്നവർക്ക് നീ കരുത്തു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടുകാരനായ നമ്മുടെ MLA നെല്ലിക്കുന്ന് സാഹിബേ അല്ലാഹുവേ അദ്ദേഹത്തിനും നീ ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. എന്ത് വിളിച്ചാലും ഏത് ആവശ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് എന്ത് സഹായവും ചെയ്തു തരാൻ മടിയില്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ജനകീയനായ വ്യക്തിയാണ്. അല്ലാഹുവേ ആഫിയത്ത് ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. നാടിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റിക്കാർ, ഞങ്ങളുടെ ഉറൂസിന്റെ വളണ്ടിയർമാർ, ലേഡി ആൻഡ് ജെന്റ്സ് വളണ്ടിയർമാർ അല്ലാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.